ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 13-14. ഗലേഷ്യൻ ചാപ്റ്റർ 3 വേഴ്സസ് 13 and 14. ശബ്ദം ഉയർത്തി നമുക്കൊരുമിച്ച് വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഒരിക്കൽ കൂടെ, അബ്രഹാമിൻ്റെ അനുഗ്രഹം. പറഞ്ഞ ആരുടെ അനുഗ്രഹം? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ ഫാദേഴ്സ് ഡേക്ക് നാം കേൾക്കുന്നതായ സിമ്പിളായ ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് ദ ഫാദേഴ്സ് ബ്ലെസ്സിങ്, അബ്രഹാമിൻ്റെ അനുഗ്രഹം. ഗലാത്യർ 3:14 പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം. ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. ദൈവം നിങ്ങളെ ശപിക്കുന്നവനല്ല, പകരം ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. എന്നാൽ അതേ സമയത്ത് ശാപത്തിൻ്റെ ആദ്യത്തെ ശബ്ദം ദൈവം തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പാപം മനുഷ്യരെ അല്ല ദൈവം ശപിച്ചത്. മനുഷ്യനെ അല്ല ദൈവം ആദ്യം ശപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സ്തോത്രം 16 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ, മനുഷ്യൻ പാപം ചെയ്തു. ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് അവൻ ആദ്യം ശപിച്ചത് പാമ്പിനെയാണ് ശപിച്ചത്, അല്ലെങ്കിൽ സാത്താനെയാണ് ദൈവം ശപിച്ചത്. സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ഭൂമിയെ ദൈവം ശപിച്ചു. സ്തോത്രം. മനുഷ്യനോടും ദൈവമായ കർത്താവ് പറഞ്ഞു, നിൻ്റെ അധ്വാന ഫലം കൊണ്ട് നീ ജീവിക്കും, നിൻ്റെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. പറക്കാരയും മുള്ളും. അടുത്ത വാക്യം 19-ാം വാക്യം, ഉൽപ്പത്തി 3:19. പറക്കാരയും മുള്ളും ഈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കും. പറക്കാരയും മുള്ളും ഈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കും. അപ്പോൾ മുള്ളെന്ന് പറയുന്നത് അത് ശാപത്തെ പ്രതിനിധീകരിക്കുന്നു. മുള്ള് എന്ന് പറയുന്നത് അത് കേഴ്സിൻ്റെ സിമ്പലാണ്, അത് ശാപത്തിൻ്റെ ചിഹ്നമാണ്. പക്ഷേ ആ മുള്ളിന് എന്താ സംഭവിച്ചത്? ദൈവം പറഞ്ഞു ഒരു മുള്ള് മുളയ്ക്കുമെന്ന്. സോ ആദ്യത്തെ പരിപാടിയിൽ എന്തില്ലായിരുന്നു? മുള്ളില്ലായിരുന്നു. സ്തോത്രം. ദൈവം അതെ പാപം ചെയ്യുന്നത് വരെ ഭൂമിയിൽ മുള്ള് മുളയ്ക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമാണ് ശാപം. ഒരിക്കൽ കൂടെ, പാപത്തിൻ്റെ അനന്തരഫലമാണ് ശാപം. നിങ്ങൾ വന്ന് ഇരിപ്പാൻ ഒരു കസേര ഉണ്ടായിരുന്നു. ഇതുപോലെ ശാപം വന്നിരിക്കണമെങ്കിൽ പാപം ഉണ്ടായിരിക്കണം. പാപം ഉണ്ടെങ്കിൽ മാത്രമേ ശാപം വരത്തുള്ളൂ. പക്ഷേ പ്രശ്നം ദൈവം പറഞ്ഞെങ്കിൽ പരിഹാരവും കർത്താവ് പറയുകയുണ്ടായി. പ്രശ്നം തരുന്നവനല്ല ദൈവം, പരിഹാരം തരുന്നവനാണ് ദൈവം. 930 പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. സോ ദൈവം പറഞ്ഞു പറക്കാരയും മുള്ളും മുളയ്ക്കുമെന്ന് പറഞ്ഞു. ആ മുള്ളിന് എന്താ സംഭവിച്ചത്? നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തുവിനെ പിലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് അടിച്ച് തകർത്തിരിക്കുന്നു. കണ്ടാൽ തിരിച്ചറിവാൻ കഴിയാത്ത ക്രമത്തിൽ യേശു കർത്താവ് തകർക്കപ്പെട്ടു. ചുമ്മാതല്ല കർത്താവ് യേശുവിനെ അടിക്കുവാനായി ഇട്ടുകൊടുത്തത്. അതിനെല്ലാറ്റിനും ഒരു പർപ്പസ് ഉണ്ട്. ആ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കും. എല്ലാറ്റിനും ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ ഒരു നന്മ അതിൻ്റെ പിൻപിലുണ്ട്. അല്ലാതെ ചുമ്മാതെ ഏതെങ്കിലും വിഷയങ്ങൾക്ക്, വ്യക്തികൾക്ക് നിങ്ങളെ തട്ടുവാൻ കഴിയത്തില്ല. നോ വേ. അമേരിക്കയിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നു. നീ ആരുടെയും കാലിലെ ഫുട്ബോൾ അല്ല. മറ്റുള്ളവർക്ക് തട്ടുവാൻ നോ വേ. ദൈവം ഇട്ടുകൊടുക്കത്തില്ലെന്ന് ഈ വിശുദ്ധ പുസ്തകം കൃത്യമായി പറയുന്നു. അതുകൊണ്ട് സ്തോത്രം മനസ്സിലാക്കുക. യേശുവിനെ ചുമ്മാതെ അങ്ങ് അടിച്ചിട്ട് അവൻ അബോധാവസ്ഥയിലായില്ല, മരിച്ചില്ല. ഇത്രയും കൊടുത്തിട്ട് അവൻ അബോധാവസ്ഥയിലായില്ലയോ? ഇത്രയും അടിച്ചിട്ട് നിലംബരിച്ചായില്ലയോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മുൾക്കിരീടം കൂടെ അങ്ങ് അടിച്ച് അവൻ്റെ തലയിൽ ഇറക്കാം എന്ന് പറഞ്ഞതല്ല. എൻ്റെ പിൻപിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. പിന്നത്തേതിൽ സ്തോത്രം ട്രഡീഷൻ, പാരമ്പര്യം ആ മുള്ളിനെ വിളിച്ചത് പിലാ ക്രിസ്റ്റി എന്നാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മുള്ള്, പിലാ ക്രിസ്റ്റി, ഇന്നും അതിൻ്റെ ചില ശാഖകൾ മധ്യപൂർവ്വദേശത്ത്, പ്രത്യേകിച്ച് ഇസ്രായേൽ പോകുമ്പോൾ നിങ്ങൾക്ക് പിലാ ക്രിസ്റ്റി, ക്രിസ്തുവിൻ്റെ മുള്ളിൻ്റെ സ്തോത്രം ബാക്കി പത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനെടുത്ത് ശരീരത്തിൽ കുത്തിയാൽ
സ്തോത്രം അലർജിക്കായി നീര് വച്ച് വീർക്കും. അതൊരു വിഷമുള്ളാണ്. ആ വിഷമുള്ളുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രൂരരായ ബലിഷ്ഠരായ റോമൻ പടയാളികൾ മുൾക്കിരീടം മെടഞ്ഞ് യേശുവിൻ്റെ തലയിൽ വെച്ചിട്ട് ഒരു തടി കഷ്ണമെടുത്ത് യേശുവിൻ്റെ തലയിൽ അടിച്ച് ഇറക്കി. അപ്പോൾ യേശുവിൻ്റെ തലയിൽ ആ മുൾക്കിരീടം അടിച്ച് ഇറക്കിയത് യേശു നമ്മുടെ ശാപത്തെ ഏറ്റെടുത്തു. യേശു നമ്മുടെ ശാപത്തെ ഏറ്റെടുത്തു. യേശു നമ്മുടെ ശാപത്തെ ചുമന്നത് നിങ്ങൾ അനുഗ്രഹത്തെ ചുമക്കാനാണ്. ഒരിക്കൽ കൂടെ, യേശു നിങ്ങളുടെ ശാപത്തെ ചുമന്നത് നിങ്ങൾ ഈ പട്ടണത്തിൽ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ ഏത് രാജ്യത്ത് ഏത് പട്ടണത്തിലാണെങ്കിലും നിങ്ങൾ അനുഗ്രഹത്തെ ചുമക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ ശാപത്തെ ചുമക്കുകയുണ്ടായി. അതുകൊണ്ട് സ്തോത്രം, യേശു നിങ്ങളുടെ ശാപത്തെ ചുമന്നത് കൊണ്ട് നിങ്ങളുടെ പേരെന്താണ്? വിശ്വാസി എന്ന് മാത്രമല്ല, ദൈവ പൈതൽ എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷിക്ത എന്ന അത് മാത്രമല്ല, നിങ്ങൾ മോർ ദാൻ കോൺഗ്രർ, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവർ എന്ന് മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് ടൈറ്റിൽസ് നിങ്ങൾക്കുണ്ട്. അതിൽ ഒരു ടൈറ്റിൽ ഞാൻ പറയട്ടെ ഈ വിഷയവുമായി ബന്ധത്തിൽ. സ്തോത്രം, യേശു നിങ്ങളുടെ ശാപത്തെ ചുമന്നതുകൊണ്ട് നിങ്ങൾ ആരാണ്? നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ഒരിക്കൽ കൂടെ, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ക്രിസ്തു നിങ്ങളുടെ ശാപത്തെ ചുമന്നതുകൊണ്ട് മേലാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാപത്തെ അല്ല നിങ്ങൾ ചുമന്ന് നടക്കുന്നത്, പകരം അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. 2 റെവലേഷൻസ്, 2 വെളിപ്പാടുകൾ വളരെ ശക്തമായി ഞാൻ പറഞ്ഞു പോകട്ടെ. സ്തോത്രം, ദൈവം ശാപത്തെ നീക്കുന്നവൻ മാത്രമല്ല, അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന കർത്താവാണ്. ഒരിക്കൽ കൂടെ, ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ശാപത്തെ നീക്കുന്നവൻ മാത്രമല്ല, നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ തലമുറകളിൽ നിന്ന്, നിൻ്റെ സമ്പത്തിൽ നിന്ന്, അങ്ങനെ സ്തോത്രം ഏത് മേഖലകളിൽ നിന്ന് ദൈവം ശാപത്തെ ക്യാൻസൽ ചെയ്ത് മാറ്റുന്നവൻ മാത്രമല്ല, അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന കർത്താവാണ്. ഒരിക്കൽ കൂടെ, ശാപത്തെ നീക്കുന്നവൻ മാത്രമല്ല, ദൈവം ശാപത്തെ അനുഗ്രഹമാക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഹു ആർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്? ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ പുറജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നിങ്ങൾ പ്രാപിപ്പാൻ തന്നെ അർത്ഥം നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. നിങ്ങൾ ആരാണ്? അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾ യോഗ്യരാണ്. ഒരിക്കൽ കൂടെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ ഇന്ന് പകൽ യോഗ്യരാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം, എനിക്കുള്ളതാണ് അനുഗ്രഹം. മൂത്തോക്കി പറ, എനിക്കുള്ളതാണ് അനുഗ്രഹം, എനിക്കുള്ളതാണ് അനുഗ്രഹം. ഞാനിങ്ങനെ കിടക്കും, എൻ്റെ ജീവിതം എന്നും ഇങ്ങനെയായിരിക്കും, എൻ്റെ വീട് ചെറുതാണ്, എൻ്റെ ലൈഫിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ 10ാം ക്ലാസ് 12 പ്രാവശ്യം തോറ്റു, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് എത്ര കുറവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നത്. സ്തോത്രം, നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾ യോഗ്യരാണ്. എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? ഒരു റോൾ മോഡൽ ദൈവം നൽകിയിരിക്കുന്നു. അവൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ വേദപുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നോ അതേ അനുഗ്രഹമാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത്. ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ അബ്രഹാമിനെ നോക്കി ഓഹോ ഹീ ഈസ് ദ സിംബൽ ഓഫ് ബ്ലെസ്സിങ്, അതുപോലെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൻ്റെ വാക്യം പറയുന്നു, നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നോ അതായിരിക്കും നാട്ടുകാർ കാണുന്നത്. കാരണം നിങ്ങൾ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായിരിക്കും. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. സ്തോത്രം, ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന്, ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് കർത്താവ് നിങ്ങളിലൂടെ തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വൈ? എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്? നമ്പർ 1, ഈ അബ്രഹാമിൽ നടന്നതെല്ലാമാണ് നിങ്ങളിൽ നടക്കുന്നത്. അബ്രഹാമിൽ നടന്നതെല്ലാമാണ് ക്രിസ്തു യേശുവിൽ നിങ്ങൾ നടക്കുന്നത്. യെരുശലേമിലോ ലോകത്തിൽ എവിടെയുള്ള യഹൂദന്മാരിൽ മാത്രമല്ല, സ്തോത്രം, ക്രിസ്തു യേശുവിൽ അബ്രഹാമിലും അബ്രഹാമിൻ്റെ സന്താനങ്ങളിലും എന്ത് നടക്കുന്നോ ആ മുഴുവൻ അനുഗ്രഹമാണ് ദൈവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് സത്യത്തിനും ആത്മാവിലും അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരിക്കലും ശാപത്തിൻ കീഴിലല്ല ജീവിക്കുന്നത്, അവൻ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ശാപം നിങ്ങളുടെ മേൽ നിലനിൽക്കത്തില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവകൃപയാൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നമ്പർ 1, എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്? ഞാൻ ചില കാര്യം പറയും, അതെല്ലാം നിങ്ങളിലും സ്തോത്രം സംഭവിക്കുകയാണ്. 1, ദൈവം അവനെ തിരഞ്ഞെടുത്തു.
ദൈവം അവനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ കൽദയുടെ ഊരിൽ വെച്ച് ദൈവം തിരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ദൈവം അവനെ തിരഞ്ഞെടുത്തു. പഴയ നിയമത്തിൻ്റെ ഒരു കമൻട്രി പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. പറ, ഏതധ്യായം? പഴയ നിയമത്തിൻ്റെ ഒരു കമൻട്രി പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. ഏതധ്യായം? പറ. പഴയ നിയമത്തിൻ്റെ ഒരു കമൻട്രി പുതിയ നിയമത്തിലുണ്ട്. ഏതധ്യായം? ഇവിടുത്തെ എല്ലാവരും പറയണമെങ്കിൽ 5 പ്രാവശ്യം ചോദിക്കണം. പഴയ നിയമത്തിൻ്റെ ഒരു കമൻട്രി പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. ഏതധ്യായം? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം. ആര് പ്രസംഗിച്ചു? തെറ്റ് പറഞ്ഞ എല്ലാവരും 10 പ്രാവശ്യം വൈകിട്ട് എംബോസിഷ എഴുതി കൊണ്ടുപോവാ. സ്തോത്രം. ആര് പ്രസംഗിച്ചു? ഒരേ ഒരു പ്രസംഗമേ സ്തേഫാനോസ് പ്രസംഗിച്ചുള്ളൂ. സ്തേഫാനോസിൻ്റെ പ്രസംഗമായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം. അതിൽ സ്തേഫാനോസ് പറഞ്ഞിരിക്കുന്നു, തേജോമയനായ ദൈവം കൽദയുടെ ഊരിൽ വെച്ച് അബ്രാമിന് പ്രത്യക്ഷനായി. സ്തോത്രം. തൽമൂദ് പറയുന്നു, തേജോമയനായ ദൈവം സ്തോത്രം അബ്രഹാമിന് പ്രത്യക്ഷനായത് ഏതോ ഇരുട്ടറകത്ത് വേറെ ആരും കാണണ്ട എന്ന് പറഞ്ഞിട്ടല്ല ദൈവം സ്തോത്രം പ്രത്യക്ഷനായത്. കാരണം ദൈവം തീവ്രവാദിയല്ല. ദൈവം 4 പേർ കാണുക മാത്രമേ പലതും ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാഹോർ ഉൾപ്പെടെയുള്ള റബേക്കയുടെ സ്തോത്രം അതേ കുടുംബക്കാർ ഉൾപ്പെടെയുള്ളവർ ആ തേജസ്സിൻ്റെ അല്പം സ്തോത്രം അതേ അനുഭവിച്ചു. നിങ്ങൾക്കറിയാം, അതേ ശൗലിനെ ദൈവമായ കർത്താവ് സ്തോത്രം തിരഞ്ഞെടുക്കുന്നതായ സമയത്ത് ശൗല് പുതിയ നിയമത്തിലെ പൗലൂസിനെ ദൈവമായ കർത്താവ് ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് അത് സ്പർശിക്കുമ്പോൾ ആ ശബ്ദവും ആ വെളിച്ചത്തിൻ്റെ ചെറിയൊരു അംശമെങ്കിലും കൂടെ നടന്നവർ അവർ ശബ്ദം കേട്ടു. അവർ അല്പം അനുഭവിച്ചതുപോലെ എക്സാക്ട്ലി ദ സെയിം മാനർ തേജോമയനായ ദൈവം അബ്രഹാമിനെ സ്തോത്രം അബ്രഹാമിന് വെളിപ്പെട്ടതായ സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ ചർച്ചക്കാർ അവൻ്റെ അടുക്കൽ ചേർന്ന് നിന്ന് ചിലർ കൂടെ അതിൻ്റെ സ്തോത്രം ചെറിയൊരംശം സ്തോത്രം അനുഭവിച്ചു. 2004 സുനാമി കയറി വന്നപ്പോൾ കൂടുതൽ ബാധിക്കപ്പെട്ടത് ഇന്തോനേഷ്യയും സ്തോത്രം ശ്രീലങ്കയും തമിഴ്നാടും ഒക്കെ ആയിരുന്നെങ്കിലും അതിൻ്റെ ചെറിയൊരോളം കേരളത്തിലേക്ക് കയറി വന്നതുപോലെ അബ്രഹാമിനാണ് തേജസ്സിൻ്റെ ദൈവം വെളിപ്പെട്ടതെങ്കിലും ആ കുടുംബക്കാർ ചിലരെങ്കിലും അതിൻ്റെ അല്പം അതിൻ്റെ സൈഡ് ഡിഷായി അല്പം അവർ അനുഭവിക്കുകയുണ്ടായി. പോയിന്റ് ഇതാണ്, ദൈവമായ കർത്താവ് വിഗ്രഹ കോട്ട കൊണ്ട് നിറയപ്പെട്ടിരുന്ന അന്യാരാധനയുടെ ജംഗ്ഷൻ എന്നറിയപ്പെട്ടിരുന്ന അന്യാരാധനയുടെ ക്യാമ്പസ് എന്നറിയപ്പെട്ടിരുന്നതായ ആ ഇരുട്ടിൻ്റെ അറയിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടു. എന്നിട്ട് വിശ്വാസിയല്ല ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത്. ആ ഇരുട്ടിന്മേൽ കുറ്റാക്കൂരിട്ട് നിറഞ്ഞിരുന്നതായ ആ സ്ഥലത്ത് നിന്ന് ഒരു വിശ്വാസിയല്ല ദൈവം എഴുന്നേൽപ്പിച്ചത്. ഒരു വിശ്വാസിയല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, ഇവിടെ ബൈബിൾ ഇല്ല, ഇവിടെ സുവിശേഷം വരത്തില്ല, ഇവിടെ വേറൊരു ഉപദേശികരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് കോട്ട കെട്ടി ആരെങ്കിലും കാത്തിരിക്കുന്നെങ്കിൽ, ഇവിടെ കോട്ട കെട്ടി ഇവിടെ ഒരുത്തനും വരത്തില്ല, ഇവിടെ ഞങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ എനിക്കറിയാം. അവൻ അവിടേക്ക് കയറി ചെന്ന് ഒരു വിശ്വാസിയല്ല തിരഞ്ഞെടുത്തത്, വിശ്വാസികളെ പിതാവിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. സോ ദൈവം അബ്രാമിനെ തിരഞ്ഞെടുത്തു. ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കാൻ ആരുടെയും പെർമിഷൻ ദൈവത്തിന് ആവശ്യം ഇല്ല. ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെയും തിരഞ്ഞെടുത്തു. അന്ന് അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ എഫേസ്യർ 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? കരയാനല്ല, തകരാനല്ല, പകരം നിങ്ങളെ അനുഗ്രഹിപ്പാൻ. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു? എഴുതിയെടുക്കുക, സ്തോത്രം, അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തു. സോ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. ഒന്ന്, യു ആർ ബീൻ ചോസൻ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 2, ദൈവത്താൽ നിങ്ങൾ വിളിക്കപ്പെട്ടു. സ്തോത്രം, ദൈവത്താൽ നിങ്ങൾ വിളിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തിൽ നിന്ന് വിളിക്കേട്ടാറേ ജഡരക്തങ്ങളോട് ആലോചിച്ചില്ല. യഥാർത്ഥ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവൻ വേറെ ആരോടും ആലോചിക്കത്തില്ല. സെക്കൻഡ് എക്സാമ്പിൾ കൂടെ പറയാം. സ്തോത്രം, അതെ, പൗലോസ് അപ്പോസ്തലന് ദൈവത്തിൻ്റെ വിളിയുണ്ടായപ്പോൾ ജഡരക്തങ്ങളോട് ആലോചിച്ചില്ല എന്ന് കൃത്യമായി സ്വന്തം സാക്ഷ്യത്തിൽ താൻ പറയുന്നു. സ്തോത്രം, അർത്ഥം, ദൈവം സംസാരിക്കുമ്പോൾ ലോകം നിങ്ങളുടെ മുൻപിൽ സൈലൻ്റ് ആയിരിക്കും.
യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് പ്രാധാന്യം നൽകുന്നവൻ മനുഷ്യനോട് ചോദിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവകൃപയാൽ തിരുവചനം പറയുന്നു, അവൻ ദൈവത്താൽ സ്തോത്രം വിളിക്കപ്പെട്ടവനാണ്. സഹോദരി സഹോദരന്മാരെ, നമുക്കൊരു വിളിയുണ്ട്. പത്രോസ് പറയുന്നു, സ്തോത്രം, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുക. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുക. രക്ഷിക്കപ്പെട്ട എല്ലാവരും കരങ്ങളെ ഉയർത്തിയാട്ടെ. റിയലി വണ്ടർഫുൾ. സ്തോത്രം. വിളിക്കപ്പെട്ടവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. വിളിക്കപ്പെട്ടവർ 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 എല്ലാവരും കൈ ഉയർത്തിയെന്നാ തോന്നുന്നത്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരു വിളിയുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരു വിളിയുണ്ട്. എന്തിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിലവിളി ഇനി മേലാൽ ഇല്ല. എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു? വിളിക്കപ്പെട്ടത് കൊണ്ട് ഇനി നിലവിളി ഇല്ല. നിലവിളിക്കണമാണെങ്കിൽ പണ്ടായിരുന്നു, രക്ഷിക്കപ്പെടുന്നതിന് മുൻപായിരുന്നു. ഇനി വിളിച്ചിരിക്കുന്നു. സ്തോത്രം. വിളിച്ചത് കൊണ്ട്, വിളിക്കപ്പെട്ട കർത്താവിൻ്റെ പിന്നാലെ നീ കടന്നു പോകുമ്പോൾ നിൻ്റെ ഓരോ സ്റ്റെപ്പും ദൈവകൃപയാൽ സ്തോത്രം അനുഗ്രഹം തന്നെയായിരിക്കും. നമ്പർ 3, മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, അബ്രഹാമിനെ നോക്കി ദൈവമായ കർത്താവ് പറഞ്ഞു, നിൻ്റെ ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ ഒരിക്കലും നീ ആ അനുഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നിനക്ക് കയറുവാൻ കഴിയത്തില്ല. തിരുവനന്തപുരം മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, കക്ഷത്തിലിരിക്കുന്നത് ഉത്തരത്തിലുള്ളത് ബൈബിൾ അറിയത്തില്ല. ഇത് അറിയാത്ത ഒറ്റയാണ്. നോക്കാം, എന്തോ രസമായിട്ട് പറയാം. വേദപുസ്തകം അറിയത്തില്ല. 23 സങ്കീർത്തനം കാണാതെ പറഞ്ഞ ഇപ്പോൾ അറിയാം. സ്തോത്രം. അതെ. ഒരിക്കൽ കൂടെ, കക്ഷത്തിലുള്ളത് അത് തന്നെ. ഓക്കെ. സ്തോത്രം. ഇതുപോലെ നീ ഇങ്ങനെ ഇരുന്നാൽ നിനക്കത് കിട്ടത്തില്ല. നിനക്കിതിരുന്നാൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സ്തോത്രം. നീ കിടക്കുന്നത് സമ്മിശ്ര ജാതികളുടെ നടുവിലാണ്, അന്യാരാധനയുടെ നടുവിലാണ്. അതുകൊണ്ട് നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ മിക്സർ കളിച്ച് ലൈഫ് കളയല്ല. മിക്സർ കളിച്ച് ജീവിതം കളയല്ല. ദൈവം മിക്സറിൻ്റെ ദൈവമല്ല, ദൈവം വേർപാടിൻ്റെ ദൈവമാണ്. ദൈവം വേർപാടിൻ്റെ ദൈവമാണ്. കരയും വെള്ളത്തെയും തമ്മിൽ ദൈവം വേർപിരിച്ചു. വിധാനങ്ങളെ തമ്മിൽ ദൈവം വേർപിരിച്ചു. സ്തോത്രം. രാത്രിയും പകലും തമ്മിൽ ദൈവം വേർപിരിച്ചു. ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ ദൈവം വേർപിരിച്ചു. അപ്പോൾ ഇത്രയും വേർതിരിവുണ്ടെങ്കിൽ അതേ ദൈവം സഭയോട് പറയുന്നു, വിശ്വാസികളും തമ്മിൽ ഒരു വേർപാടുണ്ട്. വിശ്വാസികളും തമ്മിൽ ഒരു വേർപാടുണ്ട്. ദേഷ്യമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്. പാവങ്ങൾ സ്തോത്രം. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ വേർപെട്ട് ആരാധിക്കുമ്പോഴാണ് നിനക്ക് അനുഗ്രഹമുള്ളത്. കൊന്തയിലല്ല അനുഗ്രഹം വരുന്നത്, കുരുത്തോലയിലല്ല അനുഗ്രഹം വരുന്നത്. വചനത്തിൽ നിൽക്കുമ്പോഴാണ്, ദൈവവചനത്തിൽ നിൽക്കുമ്പോഴാണ് അനുഗ്രഹം വരുന്നത്. അതുകൊണ്ട് അബ്രഹാമേ, ഞാൻ നിന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. നിന്റെ ചർച്ചക്കാരെയും പിതൃഭവനത്തിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ച് വേർതിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ആ വിളി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. നിന്റെ കൊച്ചപ്പൻ്റെ മക്കളെ പോലെ ജീവിക്കല്ല്, അവരെ പോലെ ആയിരിക്കല്ല്. അപ്പോഴാണ് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരനുഗ്രഹത്തെ നിന്റെ ജീവിതത്തിൽ എനിക്ക് തരുവാൻ കഴിയുന്നത്. യെസ്. അപ്പോൾ ആ വ്യത്യാസം എവിടെയാണ് ആരംഭിക്കുന്നത്? ആ വ്യത്യാസം പേഴ്സിലല്ല ആരംഭിക്കുന്നത്, തൊഴുത്തിലല്ല ആരംഭിക്കുന്നത്, ആരാധനയിലാണ് ആ വ്യത്യാസം ആരംഭിക്കേണ്ടത്. ആത്മീയത്തിലാണ് ആ വ്യത്യാസം ആരംഭിക്കുന്നത്. ആത്മാവിൽ ആരംഭിക്കുന്നത് മനസ്സിൽ വ്യാപരിച്ച് അത് ശരീരത്തിൽ വെളിപ്പെടുന്നു. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ആത്മാവിൽ ആരംഭിക്കുന്നത് സ്തോത്രം മനസ്സിൽ വ്യാപരിച്ച് അത് ശാരീരികമായി അല്ലെങ്കിൽ പുറമേ അത് വെളിപ്പെടുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുവാനാണ്. ജാതികളുടെ വഴിയിൽ നീ നടക്കരുത്. ബൈബിൾ കൃത്യമായി പറയുന്നു, ജാതികളുടെ വഴിയിൽ നീ നടക്കരുത്. വ്യർത്ഥ പാരമ്പര്യത്തിൽ നീ നടക്കല്ല. നിനക്കൊരു പാരമ്പര്യമുണ്ട്, പക്ഷെ അത് നല്ല പാരമ്പര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് സെപ്പറേറ്റ്. അതേ സ്തോത്രം, നീ പുറത്തു വരിക. നാലാമതായി കർത്താവ് പറഞ്ഞു, അബ്രാമിൻ്റെ പേരിനെ ദൈവം മാറ്റി. നീ അബ്രാമല്ല, നീ അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 17:5, 17:15. അബ്രാമിനെ മാറ്റി, സാറയെ മാറ്റി. അവരൊരു ടീമാണ്.
ഒറ്റ മിണ്ടുന്നില്ല. സ്തോത്രം. അതെ, അബ്രഹാമും സാറയും ദൈവം അവരുടെ പേര് മാറ്റി. അവൻ്റെ പേര് അതുവരെയും അബ്രാമായിരുന്നു. സാറായി എന്നായിരുന്നു അവളുടെ പേര്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ സാറായി അല്ല, നീ സാറയാണ്. സ്തോത്രം. അവൻ്റെ പേരിനെ ദൈവം മാറ്റി. ക്രിസ്തു യേശുവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു ന്യൂ നെയിം, ഒരു പുതിയ സൃഷ്ടിയാണ്. നിന്റെ പല്ലിൻ്റെ സ്ഥാനത്ത് മൂക്കിൻ്റെ സ്ഥാനത്ത് കണ്ണും ഒന്നും വരുന്നില്ലെങ്കിൽ ദൈവകൃപയാൽ നീ പുതിയ സൃഷ്ടി ആയതുകൊണ്ട് സ്തോത്രം. അതേ, നിന്റെ നീയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിൽ ഒരു ന്യൂനെസ് ആണ് കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം അതേ വെളിപ്പെടുന്നത്. കരങ്ങളെ ചൊൽപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാട്. ഒരു ന്യൂ ഐഡന്റിറ്റി, ഒരു പുതിയ ഐഡന്റിറ്റി, ന്യൂ ഐഡന്റിറ്റി ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം അതേ ദൈവം നൽകുന്നു. ഇത്രയും നാൾ മനസ്സാന്തരപ്പെട്ടു, പക്ഷെ യാതൊരു മാറ്റമില്ലെങ്കിൽ ആ മനസ്സാന്തരത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഇത്രയും നാളായി രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന് പറയുന്നു, ക്രൈസ്റ്റ് സെൻ്റർ വന്നെന്ന് പറയുന്നു, പക്ഷെ ഒരു വ്യത്യാസമില്ലെങ്കിൽ, ബന്ധുക്കൾ കാണുമ്പോൾ നാട്ടുകാർ കണ്ടിട്ട് ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്നെങ്കിൽ, നീ പഴയതുപോലെ തന്നെ എന്ന് പറയുന്നെങ്കിൽ ആ ഭക്തിക്ക്, ആ മനസ്സാന്തരത്തിന് എന്തോ കുഴപ്പമുണ്ട്. പക്ഷേ ആരോ പറയുന്നു, നീ അങ്ങ് മാറിപ്പോയല്ലോ, നീ ആളെ പഴയതുപോലെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു ദ ക്ലബ്. കാരണം എന്ത്? അബ്രാമിനെ അബ്രഹാമാക്കിയ ദൈവം. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പേരുമാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പേരുമാറ്റം, അബ്രാമിനെ ദൈവം അബ്രഹാമാക്കി, യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി. എക്സാക്ട്ലി സെയിം വേ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ട്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. വ്യക്തിപരമായ ശാപം, കുടുംബ ശാപം, എല്ലാവരും സീരിയസ് ആയി ഇന്ന് പകൽ ഇത് കേൾക്കണം കേട്ടോ. ബഹളമുണ്ടാക്കുകയല്ല, പക്ഷേ അതിലുപരി ഇതൊരു വലിയ വിടുതലുണ്ടാകണം യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ശാപത്തിൻ്റെ വേരുകൾ കേക്ക്, ശാപത്തിൻ്റെ ശിഖരങ്ങളല്ല, ശാപത്തിൻ്റെ വേരുകൾ അറബിക്കടലിലല്ല, നോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് പകൽ കർത്താവ് എടുത്ത് എറിയുന്നത് പോലെ ദൈവകൃപയാൽ ലൈഫ് മാറിയേ പറ്റത്തുള്ളൂ. ഒരു പുതിയ ഐഡന്റിറ്റി അബ്രാമിന് ദൈവം നൽകിയുണ്ടായി. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരാണ്? നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. സ്വന്തം കരത്തെ, രണ്ട് കരത്തെ മാർബോട് ചേർത്ത് വെച്ച് വാ തുറന്ന് ഷൗട്ട് ചെയ്ത് വിളിച്ചു പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. എന്തുകൊണ്ട്? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ വേർപിരിച്ചിരിക്കുന്നു. പുതിയൊരു ഐഡന്റിറ്റി, പുതിയൊരു നാമം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. അഞ്ചാമതായി എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത്, അനുഗ്രഹത്തിൻ്റെ പാത്രമെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല. അനുഗ്രഹത്തിൻ്റെ പാത്രമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് കാഴ്ചപ്രകാരമല്ല. ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ജീവിക്കുന്നത് കാഴ്ചപ്രകാരമാണ്. പക്ഷേ അനുഗ്രഹത്തിൻ്റെ പാത്രമായി വിളിച്ചിരിക്കുന്നതായ അബ്രഹാം ജീവിച്ചത് വിശ്വാസത്താലാണ്, നിങ്ങളും ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. അബ്രഹാം ജീവിച്ചത് വിശ്വാസത്താലാണ്, നിങ്ങൾ ജീവിക്കുന്നത് ലോണിനാലല്ല ജീവിക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രി പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി സ്തോത്രം, അതെ, സതീശൻ വാഴും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നാർക്കും പറവാൻ തക്കോണം കഴിയത്തില്ല. ഏതവൻ എവിടെയൊക്കെ വാണാലും സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനം ഒഴിയാത്തത് കൊണ്ട് നിന്റെയും എന്റെയും ജീവിതം വിശ്വാസത്താലത്രേ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കാരണം തിരുവചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ആദ്യത്തെ പ്രസംഗം പറഞ്ഞ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹെബക്കുക്ക് 2:4, ഗലാത്യർ 3:11, റോമർ 1:14, എബ്രായർ 10:38. ചത്താലും മറന്നു പോകത്തില്ല. സ്തോത്രം. 2 ആഴ്ച കാണാതെ പിടിച്ചാണ് പ്രസംഗിച്ചത്. 2 ആഴ്ച കാണാതെ പിടിച്ചു. സ്തോത്രം. 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 4 സ്ഥലങ്ങൾ ആ വാക്യം എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയാം. ഹെബക്കുക്ക് 2:4, റോമർ 3:14, സ്തോത്രം. അത് ഗലാത്യർ 3:11, എബ്രായർ 10:38. പക്ഷേ 2 ആഴ്ച സ്തോത്രം കാണാതെ പിടിച്ചു. 2.5 മിനിറ്റ് ആയപ്പോൾ പ്രസംഗം തീർന്നു. സ്തോത്രം. ചീറ്റിപ്പോയി. അന്ന് തീരുമാനിച്ചു, മേലാൽ ഞാൻ പ്രസംഗിക്കത്തില്ല. ആരെങ്കിലും ചീറ്റിപ്പോയെങ്കിൽ സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. നമ്മൾ ജീവിക്കുന്നത് വിശ്വാസ ജീവിതം നാച്ചുറൽ അല്ല, വിശ്വാസ ജീവിതം സൂപ്പർ നാച്ചുറലാണ്. വിശ്വാസ ജീവിതം നാച്ചുറൽ അല്ല. വിശ്വാസി എന്ന് ഒരാൾ പറയുകയാണ്, ഞാൻ വിശ്വാസി എന്നൊരാൾ പറഞ്ഞിട്ട് അപ്പുറത്തെ വാക്കിനെയും ഇപ്പുറത്തെ മറ്റവനെയും പോലെ അത് ജീവിക്കുന്നെങ്കിൽ അതൊരത്ഭുതമാണ്. ഒരിക്കൽ കൂടെ സ്തോത്രം. അത് ദൈവമില്ലാത്ത ഒരുവനെ പോലെ ഒരു വിശ്വാസി ജീവിക്കുന്നെങ്കിൽ അതൊരത്ഭുതമാണ്. ദൈവമില്ലാത്തവനെ പോലെ ഒരുവൻ ജീവിക്കുന്നെങ്കിൽ അത് വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ദൈവമില്ലാത്തവനെ പോലെ ജീവിക്കുന്നത് അത്ഭുതമാണ്. കരയിലൂടെ നടന്നാൽ ആർക്കും ഒരു കുഴപ്പമില്ല, അങ്ങ് നടന്നിട്ടേ ഇരിക്കും. പക്ഷെ വെള്ളത്തിലൂടെ ഒരുവൻ നടക്കുന്നെങ്കിൽ അത് സൂപ്പർ നാച്ചുറലാണ്. വെള്ളത്തിലൂടെ ഒരുവൻ നടക്കുന്നെങ്കിൽ സൂപ്പർ നാച്ചുറലാണ്. സ്തോത്രം. പത്രോസ് യേശു കർത്താവിനോടൊപ്പം വെള്ളത്തിൽ നടന്നു. മത്തായി സുവിശേഷം 14-ാം അധ്യായം. സ്തോത്രം. പത്രോസ് യേശു കർത്താവിനോടൊപ്പം വെള്ളത്തിൽ നടന്നു. എന്നെ സംബന്ധിച്ച് യേശു വെള്ളത്തിൽ നടന്നതല്ല അത്ഭുതം, എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ളതായ ഒരു പത്രോസിനെ യേശു നടത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇപ്പോൾ 11 പേർ റിസ്ക് എടുക്കാതെ, അഡ്വഞ്ചർ എടുക്കാതെ, റിസ്ക് എടുക്കാതെ 11 മറ്റു ശിഷ്യന്മാർ സ്തോത്രം എവിടെ ബോട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. 11 പേർ നോക്കിയിരിക്കുകയാണ്. 22 കണ്ണുകൾ പത്രോസിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നു. നിങ്ങളെയും ഇതുപോലെ നോക്കിയിരിക്കുന്ന ആൾക്കാരും അയൽവാസികളൊക്കെ ഉണ്ടായിരിക്കും. ആ വീട്ടിൽ എന്ത് സംഭവിക്കും, ആ പെണ്ണിന് എന്തുണ്ടാകും, ആ ചെറുക്കൻ എന്ന നന്മ വരും എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർ കാണുന്നത് നാച്ചുറൽ ആയിരിക്കത്തില്ല, സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. 22 കണ്ണുകൾ തുടിച്ചു നോക്കുന്നതായ സമയത്ത് ഒരു മനുഷ്യനെ സ്തോത്രം ദൈവം വെള്ളത്തിന് മുകളിൽ നടത്തി കാണിച്ചു കൊടുത്തു. നോക്ക്, എനിക്കെന്തോ ചെയ്യാൻ കഴിയുമെന്ന് ഒന്ന് കണ്ട് പഠിക്ക്. കമോൺ, ഞാൻ ആ ദൂത് നിങ്ങളിലേക്ക് അങ്ങ് പ്ലാൻ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എഡ്യൂക്കേഷനിലാകട്ടെ, ഭാവിയിലാകട്ടെ, ജോലിയിലാകട്ടെ, ഭൗതിക ആത്മീയ കാര്യങ്ങളാകട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ചെയ്യട്ടെ. മേലാൽ നടക്കുന്നതൊന്നും നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലാണ്. എങ്ങനെ നടക്കും ബ്രദർ, എങ്ങനെ നടക്കും? ഉപവാസപ്രാർത്ഥന 14 ദിവസമുള്ള ചോദ്യമാണ്, എങ്ങനെ നടക്കും? കാഴ്ചയാലല്ല ഒന്നും നടക്കുന്നത്, പകരം എല്ലാം നടക്കും, വിശ്വാസത്താൽ നടക്കും. വിശ്വാസത്താൽ നടക്കുമ്പോൾ അത് അത്ഭുതമായിരിക്കും. സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുന്നത് അത്ഭുതമായിരിക്കും. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. യേസ്, ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സ്തോത്രം. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ ജീവിതം തന്നെ വിശ്വാസ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ ലഭിച്ചത്, ദ ഫാദർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ പിതാവ്. വിശ്വാസികളുടെ പിതാവ്. താൻ ജീവിച്ച ജീവിതം വിശ്വാസ ജീവിതം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, നിങ്ങളുടെ ജീവിതം എന്താണ്? ഒരിക്കൽ കൂടെ, നിങ്ങളുടെ ജീവിതം എന്താണ്? വിശ്വാസം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട് വിശ്വാസ ഭവനം. നിങ്ങളുടെ ഭവനം സ്തോത്രം വിശ്വാസത്തിൻ്റെ ഭവനം. ആ ഭവനത്തിൽ നിന്ന് ഉയരേണ്ടത് തർക്കങ്ങളും വാദങ്ങളും അല്ല. നിൻ്റെ തീരുമാനം ശരിയായില്ല, നിങ്ങളെ തീരുമാനം ശരിയായില്ല, നിങ്ങളുടെ തീരുമാനം ശരിയായില്ല, ആ സബ്ജക്റ്റ് ശരിയായില്ല, ഈ കോഴ്സ് ചൂസ് ചെയ്തത് ശരിയായില്ല. നോ, സ്തോത്രം. നമുക്ക് ഈ ഫുട്ബോൾ കളിച്ചാൽ നമ്മൾ ജയിക്കുമായിരിക്കും, ക്രിക്കറ്റ് കളിച്ചാൽ ജയിക്കുമായിരിക്കും, ബ്ലെയിം ചെയ്താൽ നമ്മൾ തോക്കും. ഒരിക്കൽ കൂടെ, ബ്ലെയിം ഗെയിം. സ്തോത്രം. ബ്ലെയിം. ഇന്നത്തോടെ മറ്റുള്ളവരെ പഴിചാരുന്നത് നിർത്ത്. അബ്രഹാമിൻ്റെ സ്തോത്രം ഭവനത്തിൻ്റെ അരികിലൂടെ ദൂതൻ കടന്നു പോകുമ്പോൾ അബ്രഹാമിൻ്റെ ഭവനത്തിൻ്റെ അരികിലൂടെ ഞാനിങ്ങനെ ചിന്തിക്കുക, സ്തോത്രം. ബൈബിളിലൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. സ്തോത്രം. ആ അധ്യായം കാണിച്ചു എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 51 അധ്യായം എനിക്ക് കാണിച്ചു എന്ന് പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരില്ല. പക്ഷേ ഞാൻ അങ്ങ് ചിന്തിക്കുക, അബ്രഹാമിൻ്റെ ഭവനത്തിൻ്റെ അരികിലൂടെ ദൂതൻ ഇങ്ങനെ നടക്കുമ്പോൾ സ്തോത്രം ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിട്ട് ഒരു ഫീമെയിൽ വോയിസ് കേട്ട് കാണും. ഫീമെയിൽ വോയിസ് പറഞ്ഞ് കാണും, അബ്രഹാം പുട്ടും കടലയും റെഡിയാ. എനിക്കറിയത്തില്ല അബ്രഹാം അത് കഴിച്ചിട്ടുണ്ടോ എന്ന്. സ്തോത്രം. അതെ, അബ്രഹാം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിക്കുന്നു. അബ്രഹാം. അത് പുതിയ നിയമത്തിൽ അത് വീട്ടിൽ പോയി വിളിച്ചാൽ മതി. സ്തോത്രം. ഈ പ്രീച്ചേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ പല പ്രസംഗമായിരിക്കും ഒരേ സമയത്ത് ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് അബ്രഹാമിനെ സ്തോത്രം ഒന്ന് അനുവദിക്കുക, പാസ്റ്ററെ ഒന്ന് അനുവദിക്കുക, ഞാൻ ഒന്ന് പ്രസംഗിച്ചോട്ടെ. അപ്പോൾ നമുക്ക് സ്തോത്രം. അബ്രഹാം എന്ന് സാറ വിളിക്കുന്നതാണ് ദൂതൻ കേട്ടത്. അപ്പോൾ സ്തോത്രം തിരിച്ച് ഒരു മെയിൽ വോയിസിൽ പറഞ്ഞു, സാറായേ ഞാൻ ഇതാ വരുന്നു. അപ്പോൾ ഈ ദൂതന്മാർ പരസ്പരം നോക്കിക്കാണ്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയല്ലല്ലോ കേട്ടെ, അബ്രാം എന്നാണ് അവൾ വിളിച്ചത്, സാറായി എന്നാണ് അവനും വിളിച്ചത്. പക്ഷെ ഇപ്പോൾ എന്ത് വിശ്വസിച്ചോ അതാണ് ആ വീട്ടിൽ പറയുന്നത്.
എന്ത് വിശ്വസിച്ചോ അതാണ് വീട്ടിൽ പറയുന്നത്. വീടുകളുടെ ഡയലോഗുകൾ മാറട്ടെ. നമുക്ക് അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ വീട്ടിൽ സംസാരിക്കാം. അത്ഭുതങ്ങൾ. അവൻ വീണു, മറ്റവൻ തൊലഞ്ഞു, എവൻ്റെ ചർച്ച പൊളിഞ്ഞു. ഈ ചക്കച്ചവടിയും മാങ്ങാത്തുലിയും നിർത്തിയിട്ട് ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും. പറ ഒരിക്കൽ കൂടെ, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും. ഇത് തോറ്റവന്മാരുടെ പുസ്തകമല്ല, ഇത് ജയിച്ചവരുടെ പുസ്തകം അത്രേ. അതുകൊണ്ട് നിന്റെ ഡയലോഗ് മാറട്ടെ. ജയം സംസാരിച്ചാട്ടെ, അത്ഭുതങ്ങളെ സംസാരിച്ചാട്ടെ, വീര്യപ്രവൃത്തി സംസാരിച്ചാട്ടെ, ദൈവത്തിൻ്റെ ചലനങ്ങളെ സംസാരിച്ചാട്ടെ, സക്സസ്ഫുൾ മിഷൻ സ്റ്റോറീസ് പറഞ്ഞാട്ടെ, സക്സസ്ഫുള്ളായ മിഷണറി സ്റ്റോറീസ് പറഞ്ഞാട്ടെ. എന്താണോ നിങ്ങളുടെ വീട്ടിൽ കേൾക്ക്, എന്താണോ നിങ്ങളുടെ വീട്ടിൽ വിതയ്ക്കുന്നത് അതായിരിക്കും തുടർന്നുള്ള മാസങ്ങൾ നിങ്ങൾ കൊയ്യുവാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മക്കളെ നോക്കി, മക്കൾ മാതാപിതാക്കളെ നോക്കി, മാതാപിതാക്കൾ മക്കളെ നോക്കി എന്താണോ പറയുന്നത് അതായിരിക്കും സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ വീട്ടിൽ ദൈവം ചെയ്യുന്നത്. ലെറ്റ് മീ ടെൽ യു ഇൻ ദ നെയിം ഓഫ് ജീസസ്, അടിവരയിട്ട് കേൾക്ക്, ഒരു അത്ഭുതത്തിൻ്റെ അന്തരീക്ഷം വാക്കുകളാൽ സൃഷ്ടിച്ചാട്ടെ. ഒരത്ഭുതത്തിൻ്റെ അന്തരീക്ഷം വാക്കുകളാൽ സൃഷ്ടിച്ചാട്ടെ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, അനുഗ്രഹങ്ങളെ കൊല്ലല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, മൂത്തോക്കി പറ. മൂത്ത കള്ളന്മാരും കള്ളികളും മൂത്തോക്കത്തില്ല. വന്നിരിക്കുക 14 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക്. ഒരിക്കൽ കൂടെ വേറൊരാളിനെ കൂടെ നോക്കി പറഞ്ഞാട്ട്, അനുഗ്രഹങ്ങളെ മേലാൽ കൊല്ലല്ലേ. പറ വേറൊരാളിനെ നോക്കി പറ, അനുഗ്രഹങ്ങളെ മേലാൽ കൊല്ലല്ലേ, അനുഗ്രഹങ്ങളെ മേലാൽ കൊല്ലല്ലേ. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, ബൈബിളിലെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട കട്ടയ്ക്ക് പ്രേമം അല്ലെങ്കിൽ കട്ടയ്ക്ക് സ്നേഹം എന്നുള്ള ഭയങ്കര ഒരു സ്തോത്ര ബന്ധമായിരുന്നു ഈ യാക്കോബും റാഹേലും. ചെറുക്കൻ വന്ന വഴിക്ക് കല്ല് കാലി തട്ടി എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആ ടീച്ചറിനെ തിളച്ച വെള്ളത്തിൽ ഒരിക്കൽ കൂടെ സ്നാനപ്പെടുത്താരെങ്കിലും. ചെറുക്കൻ വന്ന വഴിക്ക് കല്ല് കാലി തട്ടി എന്നല്ല എഴുതിയിരിക്കുന്ന. കല്ലിന് എടുത്തവൻ തലയണയായി വെച്ചു. നിയോഗമുള്ള ചെറുക്കൻ ലൂസിൽ ഉറങ്ങി, എഴുന്നേറ്റപ്പോ ബഥേലായി. നിയോഗമുള്ളവൻ ചെന്നൊരു സിറ്റിയിൽ ഉറങ്ങിയാൽ മതി, ആ പട്ടണത്തിന്റെ പേര് മാറും. ഹല്ലേലൂയ. അറ്റം കാണാത്ത ഒരു ഗോവേണിക്ക് കണ്ടു. ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷമുണ്ടായി. അങ്ങനെയാണ് ലാബാൻ്റെ വീട്ടിൽ വന്ന് കയറുന്നത്. പക്ഷെ ലാബാൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആ പെണ്ണിനെ കണ്ടപ്പോൾ ഏണിയും പോയി, പാമ്പും പോയി, ദർശനവും പോയി, ശബ്ദവും പോയി. അവൻ അവളെ പിന്നാലെയായി. 7 വർഷം. പക്ഷെ മൂത്തവളെ കിട്ടി. അമ്മായിയപ്പൻ വന്ന് പൊട്ടക്കണ്ണനെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എന്തുവാ ഇന്ന് രാവിലെ ഞാനിത് എന്തോ അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും ഇത്ര തർക്കങ്ങളില്ല. ഓക്കെ, സ്തോത്രം. അതെ, കണ്ണിന് ശോഭ കുറഞ്ഞവൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 7 വർഷം കിട്ടി. വീണ്ടും സ്തോത്രം 7 വർഷം. 14 വർഷം പോയതറിഞ്ഞതേയില്ല. കാരണം സ്നേഹം അങ്ങ് കൂടുമ്പോൾ സമയം 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, 4 മണിക്കൂർ ബൈബിൾ വായിച്ചു, അറിയുന്നില്ല. 24-ാം സങ്കീർത്തനം വായിച്ചിട്ട് നീങ്ങുന്നില്ല. കാരണം നിന്റെ അകത്ത് സ്നേഹത്തിൻ്റെ ഫ്യൂവൽ ഇല്ലാത്തത് കൊണ്ടാണ്. അവൻ 14 വർഷം പോയതെങ്ങനെയെന്ന് യാക്കോബിന് അറിഞ്ഞതേയില്ല. യാക്കോബിന് അത്ര പ്രിയപ്പെട്ടവളായിരുന്നു റേച്ചൽ അഥവാ റാഹേൽ. അത്ര പ്രിയപ്പെട്ടവളായിരുന്നു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാവുന്നുണ്ട്. സ്തോത്രം BBSൻ്റെ ആ പിള്ളേർ പഠിച്ച സ്തോത്രം പാട്ട് പോലെ, റേച്ചൽ ഇൻ ദ മോർണിംഗ്, റേച്ചൽ ഇൻ ദ ന്യൂ ടൈം, റേച്ചൽ വെൻ ദ സൺ ഗോസ് ഡൗൺ,
റേച്ചൽ അവന് മുഴുവൻ റാഹേലായിരുന്നു, അത്ര പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ ലാബാൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുമ്പോൾ ഉൽപ്പത്തി 32 വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ലാബാൻ വന്ന് ചോദിക്കുന്നു, സ്തോത്രം, നീ വന്നു എൻ്റെ ദൈവങ്ങളെ കൂടെ നീ അടിച്ചിട്ട്, എൻ്റെ ദൈവന്മാരെ കൂടെ അടിച്ചിട്ട് വന്നതെന്ത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ ദൈവത്തെ ചുമക്കാൻ പറ്റും, പക്ഷേ എൻ്റെ ദൈവം എന്നെ ചുമക്കാം. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അവൻ്റെ ദൈവത്തെ ചുമക്കണമെങ്കിൽ അവൻ വിചാരിക്കണം. സ്തോത്രം. ഓക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ യാക്കോബിന് ഭയങ്കര ദേഷ്യമുണ്ടായി. അപ്പോൾ യാക്കോബ് അറിഞ്ഞില്ല റാഖേലിന് താൻ അറിയാതെ ഇങ്ങനെ ഒരു സമ്പാദ്യമുണ്ടെന്ന്. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. ഭർത്താവ് അറിയാതെ അടിച്ചു മാറ്റുന്ന സഹോദരന്മാർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആരും ബിൽഡിംഗ് ഫണ്ട് തരല് എന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ള ആരും ദശാംശം തരല്ല. സ്തോത്രം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ബിൽഡിംഗ് ഫണ്ടിൻ്റെയും സ്തോത്ര കാഴ്ചയുടെ കാര്യം പറയാൻ മറന്നുപോയി അല്ലേ? ഓക്കെ. സ്തോത്രം. അടിച്ചു മാറ്റി ആരും കൊണ്ടുവന്ന് തരല്ല. സ്തോത്രം. എന്താ സംഭവിച്ചത്? റാഖേൽ, സ്തോത്രം, റാഖേലിൻ്റെ പക്കൽ ഈ വിഗ്രഹം ഇരിക്കുന്നു എന്ന് യാക്കോബ് പറഞ്ഞില്ല. ദിസ് ദ പോയിന്റ്. സ്തോത്രം. അത് അറിയാതെ കുടുംബത്തിൻ്റെ തലയാകുന്നതായ ഭർത്താവ് യാക്കോബ്, കുടുംബത്തിൻ്റെ പ്രീസ്റ്റ്, കുടുംബത്തിൻ്റെ പ്രോഫറ്റ്, കുടുംബത്തിൻ്റെ കിങ്, കുടുംബത്തിൻ്റെ പുരോഹിതൻ, കുടുംബത്തിൻ്റെ പ്രവാചകൻ, കുടുംബത്തിൻ്റെ രാജാവ്. സ്തോത്രം. കുടുംബത്തിൽ അവൻ എന്തു പറയുമോ, തലയിലാണ് നാവ് എന്തു പറയുമോ അതാണ് ഭവിക്കുന്നത്. ഇവൻ അറിയാതെ പറഞ്ഞു, ആരുടെ പക്കൽ, ലബാനെ, ആരുടെ പക്കൽ ഈ വിഗ്രഹം ഇരിക്കുന്നു അവൻ മരിക്കണം. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ, ഓഹോ, അവളുടെ പക്കൽ, റാഖേലിൻ്റെ പക്കൽ ആ വിഗ്രഹങ്ങൾ ഇരിക്കുന്നു. ആ യാത്ര തീരുന്നതിന് മുൻപ് ഇത്രയും പ്രിയപ്പെട്ട തൻ്റെ സ്നേഹഭാജനമായ സ്തോത്രം റേച്ചൽ മരിച്ചപ്പോൾ അന്നത്തെ ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച് ഭർത്താവ് പോയി ആ കൂടാരം, ആ സ്തോത്രം സാധനങ്ങൾ അടുക്കി പുറക്കണം. ഭർത്താവായി ആണ് പോയി ആ ക്രമീകരണം ചെയ്യേണ്ടത്. അത് പോയി അവൻ ആ കൂടാരത്തിൽ കയറി ആ സാധനങ്ങൾ അടിച്ചു മാറ്റുമ്പോഴോ ഇതാ ലാബാന്റെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നു. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അറിയാതെ പറഞ്ഞാലും മരണം ഭവിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അറിയാതെ പോലും ഒന്നും പറയല്ല. അറിവ് പറയണം. അറിവെന്ന് പറയുന്നത് വെളിപ്പാട് പറയണം. അറിവെന്ന് പറയുന്നത് വെളിപ്പാട് പറയണം. സ്തോത്രം. അതുകൊണ്ട് അബ്രാമിനെ സാറ വിളിച്ചു അബ്രഹാം, കാരണം ദൈവം എൻ്റെ പേര് മാറ്റി. സ്തോത്രം. സാറായി എന്ന പേരിനെ ദൈവം മാറ്റി സാറാക്കി അവനെ വിളിച്ചു സാറായി. സ്തോത്രം. അതുകൊണ്ട് ദൈവകൃപയാൽ ഞാൻ പറവാൻ വന്നത്, അനുഗ്രഹങ്ങളെ ഒരിക്കലും വാക്കുകളാൽ കൊല്ലല്ല, പകരം സ്തോത്രം ഒരത്ഭുതത്തിൻ്റെ അന്തരീക്ഷം വാക്കുകളാൽ നിന്റെ ജീവിതത്തിൽ, സ്തോത്രം, അതേ നിന്റെ ഭവനത്തിൽ സൃഷ്ടിച്ചാട്ടെ. പറയുക, ഞാൻ അനുഗ്രഹിക്കും, ഞാൻ മാനിക്കപ്പെടും, ഞാൻ ഉയർത്തപ്പെടും, നല്ല ബുദ്ധി എനിക്കുണ്ടായിരിക്കും, ആവശ്യമില്ലാത്ത ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തുകയില്ല, എൻ്റെ ശരീരത്തിൽ വേദനകൾ നിറയുകയില്ല, വിശാലതകൾ ഞാൻ പ്രാപിക്കും, പുത്തൻ വഴികൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തുറക്കും, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസം പോലും സ്തോത്രം നഷ്ടമാകത്തില്ല. കാരണം ഞാൻ അനുഗ്രഹത്തിൻ്റെ പാത്രം അത്രേ. ഞാൻ അനുഗ്രഹത്തിൻ്റെ പാത്രം എന്ന് പറയുന്നവർ കമാൻ രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. അനുഗ്രഹത്തിന്റെ പാത്രമായി അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ദൈവം അവനെ നോക്കി പല വാഗ്ദത്തങ്ങൾ, ഒന്ന് ഇസഹാക്കാണ്, മറ്റൊന്ന് സ്തോത്ര വാഗ്ദത്ത ദേശമാണ്. വാഗ്ദത്തമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. യെസ്, വാഗ്ദത്തം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ചുമ്മാതല്ല ദൈവം പറഞ്ഞത്, ആ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. സോ വി നീഡ് ടു പ്രിപ്പയർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കണം. സ്തോത്രം. വാഗ്ദത്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദൈവദാസൻ അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് ഏതെങ്കിലും പാട്ടിലൂടെ ഏതെങ്കിലും പ്രസംഗത്തിലൂടെ ഒരു വാഗ്ദത്തം കിട്ടി എന്ന് വിചാരിച്ചു വാഗ്ദത്തം ഒരിക്കലും വരത്തില്ല. യു നീഡ് ടു പ്രിപ്പയർ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരുക്കുമ്പോൾ മാത്രമാണ് ആ വാഗ്ദത്തം ലഭിക്കുന്നത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യു ഹാവ് ടു പ്രിപ്പയർ for your life. നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം നീ ഒരുക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് അബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവനാണ്, വേർതിരിക്കപ്പെട്ടവനാണ്. അവന് പുതിയൊരു പേര് ദൈവം നൽകിയിരുന്നു. സ്തോത്രം. അവൻ ജീവിച്ചത് വിശ്വാസത്താലാണ്. അവനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ പറയട്ടെ, അവൻ്റെ മേലൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു.
എൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദറ്റ്സ് എ പർപ്പസ് ഫോർ അവർ ലൈഫ്. ഇന്ന് പകൽ വളരെ ഉത്തരവാദിത്വത്തോടെ ഞാൻ സംസാരിക്കുകയാണ്. ഈ ഫാദേഴ്സ് ഡേക്ക് ദൈവകൃപയാൽ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ വ്യക്തികളും നോക്കി സ്തോത്രം വളരെ ശക്തമായി ഞാൻ പറയുന്നു, നിൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ നെഗറ്റീവായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാലും, ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസികളല്ല, പകരം അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഓഫ്കോഴ്സ് നിങ്ങൾ വിശ്വാസികളാണ്, ദൈവമക്കളാണ്. 4 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, എൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. സഹോദരന്മാരോട് പറ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി വെളിപ്പെടണം. ആ പദ്ധതി വെളിപ്പെടാൻ നീ നിന്നെ തന്നെ ഒരുക്കണം. ആ പദ്ധതി വെളിപ്പെടാൻ നിന്നെ തന്നെ ഒരുക്കണം. കണ്ടിട്ടില്ലേ, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിവാനായി ആ നിലം അല്ലെങ്കിൽ ആ സ്ഥലം അവർ ഒരുക്കുകയാണ്. ആ സ്ഥലം അവർ വൃത്തിയാക്കുകയാണ്. എന്താ ആ സ്ഥലം വൃത്തിയാക്കുന്നത്? ആ സ്ഥലം വൃത്തിയാക്കുന്നത് അവിടെ ഏതാണ്ട് പണി അടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വലിയ JCB എല്ലാം അവിടെ വന്ന് കിടക്കുകയാണ്. സ്തോത്രം. വലിയ JCB വന്ന് കിടന്ന് അടിയും തൊഴിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ, വലിയ JCB വന്ന് ആടിയും പിടിയും ഉണ്ടാക്കുന്നെങ്കിൽ, മക്കളെ അവിടെ ആരാണ്ട് കപ്പയ്ക്ക് കിളയ്ക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിവാനാണ് അവിടെ ആരാണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അർത്ഥം വേറെ ആർക്കും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കയറി കിടക്കുന്നെങ്കിൽ, ആരോട് പറയാൻ, സ്തോത്രം, വേറെ ആർക്കുമില്ലാത്തത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കയറി കിടക്കുന്നെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത എന്തോ വലിയ പദ്ധതികൾക്ക് വേണ്ടി യെസ്, കരുവ കരങ്ങളടിച്ച് ശബ്ദമുയർത്തി, അപ്പോൾ അങ്ങയുടെ പദ്ധതി, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി വെളിപ്പെടണം. എന്നെക്കുറിച്ച്, എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടണം. പർപ്പസ് എല്ലാം പുറത്തു വരട്ടെ. പദ്ധതികളെല്ലാം പുറത്തു വരട്ടെ. ശാസ്ത്രജ്ഞന്മാർ പുറത്തു വരട്ടെ. ഡോക്ടേഴ്സ് പുറത്തു വരട്ടെ. ജ്ഞാനികൾ പുറത്തു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവർ പുറത്തു വരട്ടെ. മിഷണറിമാർ പുറത്തു വരട്ടെ. അടുത്ത ബില്ലി ഗ്രഹാം പുറത്തു വരട്ടെ. അടുത്ത റെയ്നാർഡ് ബോംഗെ പുറത്തു വരട്ടെ. അടുത്ത ചാൾസ് സ്പർജൻ പുറത്തു വരട്ടെ. ബൈബിൾ കമന്ററി എഴുതുന്നവർ പുറത്തു വരട്ടെ. കമോൺ, സാധിക്കും. ബൈബിൾ പുതിയ കമന്ററി എഴുതുന്നവർ പുറത്തു വരട്ടെ. ദൈവദാസന്മാർ പുറത്തു വരട്ടെ. മെഗാ ചർച്ചസ് പുറത്തു വരട്ടെ. മെഗാ ചർച്ച് പാസ്റ്റേഴ്സ്, കോൺഗ്രിഗേഷൻ പുറത്തു വരട്ടെ. ഇവാഞ്ചലിസ്റ്റുമാർ പുറത്തു വരട്ടെ. രാജ്യങ്ങളോട് പ്രവചിക്കുന്നവർ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ടിവി ചാനലുകളെ അല്ലെങ്കിൽ മീഡിയയെ വിളിച്ചു വരുത്തി അടുത്ത 13 മാസം അല്ലെങ്കിൽ അടുത്ത 14 മാസം ലോകത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഹോർമോസിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇറാൻ ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ലോക രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുന്നവർ പുറത്തു വരട്ടെ. കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല ആരവാരമുണ്ട്, നല്ല ഉണർവുണ്ട്. പക്ഷെ അതിനൊരു ഒരുക്കമുണ്ട്, അതിനൊരു വിലയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നെ? അല്ല, എന്നെ അല്ല, ഇന്ന് ഇഷ്ടപ്പെടുന്ന. പക്ഷേ ഈ പർപ്പസ് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ 3 കാര്യം നിന്നിൽ നടക്കണം. അബ്രഹാമേ, ഈ പർപ്പസ് നിന്നിൽ വെളിപ്പെടണമെങ്കിൽ ഈ 3 കാര്യം നിന്നിൽ നടക്കണം. നമ്പർ 1, നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ നീ പുറത്തു വരണം. നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ പഴയ സ്തോത്രം കുരുത്തോലം പിടിച്ച് നീ ഇരുന്ന പരിപാടി നടക്കത്തില്ല. പഴയ കൊന്ത തള്ളി നടക്കത്തില്ല മക്കളെ. നിൻ്റെ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വരണം. വല്ലതും നടക്കണമെങ്കിൽ കമാൺ. അത് പെന്തിക്കോസ് പാരമ്പര്യമായാലും യേശുവിൻ്റെ നാമത്തിൽ നീ വ്യർത്ഥ പാരമ്പര്യത്തിൽ നിൽക്കല്ലേ. നോ. ഈ മതത്തിൽ നിൽക്കല്ലേ. നീ സ്പിരിറ്റിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. Yes. Come on. മതം ബബായ് ടാറ്റ മതം. Come on. കേറിവാ. ചലനം മതമല്ല. ഇന്നലത്തെ പോലെയല്ല എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന. കഴിഞ്ഞ ആഴ്ചത്തെ ആരാധനയല്ല ഈ ആരാധന. ഹല്ലേലൂയ. ഞാൻ അറിയാതെ എന്നെ കർത്താവ് വേറെ ഏതാണ്ട് ദിശകളിലൂടെ കൊണ്ടുപോവുകയാണ്. ഒരു അപ്പുപ്പൻ താടി കാറ്റിൽ കിടന്ന് ഇളകിയാടുന്നത് പോലെ എന്നെ ഞാനല്ല നിയന്ത്രിക്കുന്നത്. ആത്മാവാം ദൈവം. മതമല്ല, പരിചയമല്ല. അപ്പൻ്റെ വീട്ടിൽ നിന്ന് നീ പുറത്തു വരണം. നമ്പർ 2 സ്തോത്രം. നമ്പർ 2
ആ പദ്ധതി വെളിപ്പെടാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പറയാം. നമ്പർ 2, സ്തോത്രം, ലോത്തിൽ നിന്ന് വേർപിരിയണം. ലോത്തിൽ നിന്ന് വേർപിരിയണം. ഫ്രണ്ട്സുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഫ്രണ്ട്സുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഫ്രണ്ട്സുള്ള എല്ലാവരും ചുറ്റും നോക്കിയേ. ആരൊക്കെ കൈ ഉയർത്തിയില്ലെന്ന് നോക്കുക. ഫ്രണ്ട്സിൽ ഉള്ളവരെല്ലാം കൈ ഉയർത്തിക്കുക. ഫ്രണ്ട്സുള്ള എല്ലാം. ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ഫ്രണ്ടില്ല, നിനക്കെന്തോ കുഴപ്പമുണ്ട്. നിനക്കെന്തോ കുഴപ്പമുണ്ടോ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എത്ര മക്കളെ? ഫേസ്ബുക്കിൽ അങ്കിളിന് എത്ര ഫ്രണ്ട്സ് ഉള്ളത്? 68,000 ഫ്രണ്ടുണ്ട് എനിക്ക്. അവരെ ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്, ആ സൈഡിൽ ഇരിക്കുന്നവന്മാരാണ് കൈകാര്യം ചെയ്യുന്നത്. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മായ 3 പേര് അവിടെ ഇരിപ്പുണ്ട്. അവരാണ് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് എല്ലാ ഫ്രണ്ട്സിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. അപ്പോൾ ഫ്രണ്ടായ ദൈവം പലരെ നമ്മുടെ ജീവിതത്തിൽ തരുന്ന എന്തിനെന്നറിയോ? അടുത്ത ലെവലിലേക്ക് നമ്മളെ കയറ്റുന്ന ഗോവേണിയാണ് അവരെ ഏണിയെന്ന് വിളിച്ച് നിസ്സാരമായി തള്ളിക്കളയല്ല. അവരുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ, അവരുണ്ടെങ്കിലേ ലക്ഷ്യത്തിൽ നേടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവരെ നമ്മൾ മാനിക്കണം, അവർ നമ്മൾ സ്നേഹിക്കണം, നമ്മളെക്കാളും അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഫാദേഴ്സ് ഡേക്ക് ഒരു മുട്ടായിയെങ്കിലും അവർക്ക് മേടിച്ച് കൊടുക്കണം. കണ്ടോ, ഉള്ള അനുഗ്രഹം എല്ലാം പോയി. സ്തോത്രം. അപ്പം നല്ല ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ലോത്ത് നിനക്ക് നല്ല ഫ്രണ്ടല്ല. അബ്രഹാമേ, നീ ആത്മീയനാണ്, ലോത്ത് ജഡീകനാണ്. അൺഗോഡ്ലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇതാണ് യേശു എന്നിരിക്കട്ടെ. ഈ പോഡിയമാണ് യേശു. ഈ മൈക്കാണ് അൺഗോഡ്ലി ഫ്രണ്ട്. ദൈവമില്ലാത്ത ഫ്രണ്ട് ഈ മൈക്കാണ്. എനിക്കും എൻ്റെ യേശുവിനും ഇടയ്ക്ക് വല്ലവനും കയറിയാൽ ഞാനവനെ എടുത്തു മാറ്റണം. എൻ്റെ യേശുവിനും എനിക്കും മധ്യത്തിൽ ഇടർച്ച കളിക്കുന്നവനല്ല എൻ്റെ ഫ്രണ്ട്. യേശുവിനെയും എന്നെയും അകറ്റുന്നവളല്ല എൻ്റെ ഫ്രണ്ട്. യേശുവിനോട് ചേർന്ന് എന്നെ അടുപ്പിക്കുന്നവനാണ് എൻ്റെ ഫ്രണ്ട്. സോ അബ്രഹാമിൻ്റെ വേഗതയിൽ ഒരിക്കലും ലോത്ത് പോകത്തില്ല. സോ ലോത്തിൻ്റെ കൂടെ ആയാൽ അബ്രഹാമിൻ്റെ സ്പീഡ് കുറയും. നിങ്ങളുടെ അനേകരുടെ സ്പീഡ് കുറഞ്ഞിരിക്കുന്നത് റോങ് ഫ്രണ്ട്സ് കാരണമാണ്, യേശുവിൻ്റെ നാമത്തിൽ. പക്ഷെ നിൻ്റെ സെയിം ലെവലിലുള്ള ഫ്രണ്ടാണ് നിനക്ക് വേണ്ടിയത്. ഹല്ലേലൂയ. കാരണം കുതിരയും കാളയും ഒരുമിച്ച് പൂട്ടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കഴുതയും കാളയും ഒരുമിച്ച് പൂട്ടുവാൻ കഴിയത്തില്ല. നല്ലൊരു ഞായറാഴ്ചയാണ്, എല്ലാവരെയും കഴുതയെന്നൊന്നുമല്ല ഞാൻ വിളിച്ചത്. പക്ഷേ സ്തോത്രം, അതെ, നിനക്ക് ദൈവം വിളിച്ചിരിക്കുന്നതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു സ്പിരിച്വൽ പദ്ധതിയുണ്ട്. അതിലെത്താൻ ലോത്തിനെ പുറത്താക്കുക. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വരിക. ലോത്തിൽ നിന്ന് വേർപിരിക്കുക. ഒരിക്കൽ കൂടെ, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തു വരിക. 2, ലോത്തിൽ നിന്ന് വേർപിരിക്കുക. പദ്ധതി വെളിപ്പെടാൻ 3-ാമത്തെ കാര്യം, ഹാഗറിനെ പുറത്താക്കുക. കമാൺ, ഹാഗറിനെ പുറത്താക്കുക. ആരുമുണ്ടെന്നില്ല, ഹാഗറിനെ പുറത്താക്കുക. സ്തോത്രം. ഹാഗറിനെ പുറത്താക്കുക. എല്ലാവരും ഷൗട്ട് ചെയ്ത് പറഞ്ഞേ, ഹാഗറിനെ പുറത്താക്കുക. ഈജിപ്തിൽ നിന്ന് കിട്ടിയതായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആ ഗേൾ ഫ്രണ്ടിനെ പുറത്താക്കുക, ബോയ് ഫ്രണ്ടിനെ പുറത്താക്കുക. സ്തോത്രം. ഇന്ന് 21-ാം തീയതി ഈ സഭായോഗം 12:30 ആകുമ്പോഴേക്കും നിർത്താൻ ഞാൻ ശ്രമിക്കും. സ്തോത്രം. അതെ, നോക്കിയേ, അത് കഴിഞ്ഞിട്ട് നീ വാട്സപ്പ് തുറന്ന് നീ സ്തോത്രം നിൻ്റെ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കണം. എന്നിട്ട് പറയണം, ഒരു തീവ്രവാദി ബ്രാസിങ്ങിൻ്റെ മുമ്പിൽ വല്ലാത്ത നിലയിൽ ഞാൻ ഇന്ന് ചെന്നുപെട്ടു. ആ മനുഷ്യൻ പറഞ്ഞു, നീ ഉണ്ടെങ്കിൽ എൻ്റെ പദ്ധതിയിൽ എനിക്ക് കയറാൻ തക്കോണം കഴിയത്തില്ല, അതുകൊണ്ട് ബബായ്. ഹാഗറിനെ പുറത്താക്ക്. പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വാ. ലോത്തിൽ നിന്ന് വേർപിരിക്ക്. ഹാഗറിനെ പുറത്താക്ക്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിനക്ക് എത്താൻ കഴിയും. നിങ്ങൾ പ്രായം കൂടിയവരായാലും ശരി, കുറഞ്ഞവരായാലും ശരി, കല്യാണം കഴിച്ചവരായാലും ശരി, ഇല്ലെങ്കിലും ശരി, സ്തോത്രം, മുടി നരച്ചവരായാലും ശരി, ഇല്ലെങ്കിലും ശരി, 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ മുൻപിൽ നിന്ന് അബ്രഹാമിനോട് നോക്കി ഇങ്ങനെ പറഞ്ഞു, 99 കർത്താവ് പറഞ്ഞു, എൻ്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വേണ്ട കിടക്കുന്നു, മിണ്ടുന്നില്ല. സ്തോത്രം. ആരോ പറഞ്ഞു, പല്ല് പോയി മോനെ. സ്തോത്രം. അതെ, നട്ടലിന് വേദന വന്നു മോനെ. വാദത്തിൻ്റെ പ്രശ്നം വന്നു കൂട്ടി. 68 പക്ഷേ 68 അമ്മച്ചി 72 സാത്താൻ പെൻഷൻ പറ്റുന്നില്ല. 99 എൻ്റെ ദൈവത്തിന് പറവാനുള്ളത്, നീ എൻ്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക.
ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് പറ, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യെസ്, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു പദ്ധതിയുണ്ട്. നീ ഒരു ചെറിയ പുള്ളിയല്ല, നീ ഒരു ചെറിയ പുള്ളിയല്ല. നിൻ്റെ വീട് ചെറുതായിരിക്കാം, നിൻ്റെ അപ്പന് വിദ്യാഭ്യാസം കാണത്തില്ല, അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, വീട്ടുകാരെല്ലാം സോഡാക്കുപ്പി പോലെ ഒരാകർഷണമില്ലാത്തവരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് നിന്നെ നോക്കി പറവാനുള്ളത്, ഫാദേഴ്സ് ബ്ലെസ്സിങ് നിനക്കായി കാത്തിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കായി കാത്തിരിക്കുകയാണ്. അയ്യോ എൻ്റെ കുഞ്ഞേ, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തത്, ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത എന്തോ വലുത് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വാ, ലോത്തിൽ നിന്ന് വേർപിരിയുക, ഹാഗറിനെ പുറത്താക്ക്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. ഇതാണ് ഇൻട്രൊഡക്ഷൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ 7-fold ബ്ലെസ്സിങ് വിടരുന്ന പുഷ്പം പോലെ നിന്റെ ജീവിതത്തിൽ ഇതാ വെളിപ്പെടുവാൻ പോകുകയാണ്. അബ്രഹാമിൽ വെളിപ്പെട്ടതായ 7 അനുഗ്രഹങ്ങൾ. ഞാൻ അനുഗ്രഹത്തിൻ്റെ പാത്രമേ പറഞ്ഞുള്ളൂ. 7 അനുഗ്രഹങ്ങൾ കേൾക്കുകയല്ല, ഇത് നിന്റെ ഡെയിലി ലൈഫിൽ നീ കണ്ടിരിക്കും. ഉദയം തുടങ്ങി അസ്തമയം വരെ, ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് വരെ നിൻ്റെ സ്തോത്രം പാർട്ട് ഓഫ് ലൈഫ് ആയിരിക്കും. അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നതായ 7 അനുഗ്രഹങ്ങൾ. നിഴലുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. നിഴലുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്ത്. അമ്മച്ചി അല്പം ആലോചിച്ചാണ് കൈ ഉയർത്തിയത്. സ്തോത്രം. മേലെ ജ്വലിക്കുന്ന ഒരു സൂര്യൻ ഉള്ളത് കൊണ്ട് താഴെ ഒരു നിഴലുള്ളത് പോലെ നീതി സൂര്യൻ ഉണ്ടെങ്കിൽ ഒരു അനുഗ്രഹം നിൻ്റെ മേലുണ്ട്. മേലെ സൂര്യൻ ഉള്ളത് കൊണ്ട് ഒരു നിഴലുണ്ട്. മേലെ സൂര്യൻ ഉള്ളത് കൊണ്ട് എന്തുണ്ട്? സ്തോത്രം, നിഴലുണ്ട്. സതീഷേ, മേലെ സൂര്യൻ ഉള്ളത് കൊണ്ട് താഴെ നിഴലുണ്ട്. നീതി സൂര്യൻ ഉള്ളത് കൊണ്ട് ഈ ഹെവൻലി ബ്ലെസ്സിങ്, 7-fold ബ്ലെസ്സിങ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് 7-fold ബ്ലെസ്സിങ് ഓഫ് അബ്രഹാം. അബ്രഹാമിൻ്റെ 7 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അറിയോ മക്കളെ ഉൽപ്പത്തി എവിടെ കിടക്കുന്നതെന്ന്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. 7 അനുഗ്രഹങ്ങൾ. നമ്പർ 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. ഐ വിൽ മേക്ക് ഓഫ് ദീ എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അബ്രാമിനോട് ദൈവം പറയുകയാണ്. ഇപ്പോൾ അവൻ്റെ പേര് അബ്രാം. സ്തോത്രം. അവളുടെ പേര് സാറായി, ഭാര്യയുടെ പേര് സാറായി. സ്തോത്രം. അതെ, അവർ നോക്കി കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 75 വയസ്സായി. അന്നത്തെ സാഹചര്യത്തിൽ തന്നെ മക്കൾ ഉണ്ടാകത്തില്ലെന്നാണ് അപ്പുറത്തെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം. അന്ന് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പറയും നടക്കത്തില്ല, എവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. സ്തോത്രം. സാറയുടെ ഗർഭപാത്രം നിർജീവമാണ്. അബ്രഹാമിൻ്റെ പുത്രോൽപ്പന്ന ശേഷി കാലം കഴിഞ്ഞിരിക്കുന്നു, ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്ന ആ സാഹചര്യത്തിലും എൻ്റെ ദൈവത്തിന് പറവാനുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി ശവപ്പെട്ടിക്കയുടെ അളവെടുക്കുമെന്നല്ല, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ സാഹചര്യം വേസ്റ്റ് ആയിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ പലപ്പോഴും ദൈവം തന്നെ നോക്കി പറയുന്നത്. ഏറ്റവും വലിയ സാഹചര്യം വേസ്റ്റ് ആയിരിക്കുമ്പോഴാണ് അങ്ങേറ്റത്തെ കാര്യം പറയുന്നത്. ശുശ്രൂഷകരായിരിക്കുന്ന എല്ലാവരും നോക്കി ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ണുനീർ താഴ്വരയിലുള്ളവരെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം നിങ്ങളെ വിടുന്നത്. നിങ്ങളെ ഡിസ്കറേജ് ചെയ്ത് കിടക്കുമ്പോഴാണ് നൂറുകണക്കിന് എൻകറേജ് ചെയ്യുവാൻ ആൾക്കാർക്ക് വേണ്ടി ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നത്. നിങ്ങൾ ക്ഷീണം, ബലഹീനത എന്ന് പറഞ്ഞ് കിടക്കുമ്പോഴാണ് എഴുന്നേറ്റ് പോയി നീ കൈവച്ച് അവനെ സൗഖ്യമാക്ക്, അവളെ സൗഖ്യമാക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങേ അറ്റത്ത് നമ്മളായിരിക്കുമ്പോഴാണ് അങ്ങേ അറ്റത്തെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും പ്രവർത്തികളും ദൈവം ചെയ്യുന്നത്. കേൾക്കാൻ മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാണ്ട്. സോ അബ്രഹാമിന് സാഹചര്യം ഒന്നുമില്ല. അതുകൊണ്ട് നമ്പർ 1, ഒന്നാമതായി ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിനക്കൊരു വർധനമുണ്ട്. ആർക്കും വേണ്ടേ ഞാൻ കൊണ്ടുപോകാം. നിനക്കൊരു വർധനമുണ്ട്. കേട്ടില്ല. ഒന്ന് ഇറങ്ങട്ടെ, ഒന്ന് ആ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. അത് ഹൃദയത്തിൽ ഇറങ്ങട്ടെ. യെസ് എല്ലാറ്റിലും നിനക്കൊരു വർധനമുണ്ട്. നമ്മൾ മരുതൂര് ആ സ്ഥലം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ സ്തോത്രം, അത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. സ്തോത്രം ഇങ്ങനെയാണ്. എൻ്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്ന 1 ഏക്കർ 97 സെൻറ്റ്. എനിക്ക് ഒരു 6 മണിക്കൂർ വേണം എൻ്റെ ഹോൾ സ്റ്റോറി കംപ്ലീറ്റ് പോകാൻ. അപ്പോൾ സ്തോത്രം, അത് 197 കൊള്ളാം, കുഴപ്പമില്ല എന്നിങ്ങനെ ചിന്തിച്ച് കടന്നു പോകുമ്പോൾ
കർത്താവ് പറഞ്ഞത് ഇല്ല, അതിന് അപ്പുറവും ഇപ്പുറവും അപ്പുറവും ഒക്കെ സ്തോത്രം അത് പിന്നെയാണ് ദൈവം തന്നത് എന്ന് പറയത്തക്ക ക്രമത്തിൽ പല കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അതിനെ ഞാൻ സ്തോത്രം പറഞ്ഞു. ദൈവകൃപയാൽ 2 നടന്നിട്ടുണ്ട്, പലത് ഓൺ ദ വേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അത് നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവാണ്, നിങ്ങളുടെ ജോലി നടക്കാൻ പോവാ, നിങ്ങളുടെ പിള്ളേരെ നടക്കാൻ പോവാ. ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. കാരണം ദൈവം ഇപ്പോൾ ഉള്ളതിനെ കുറയ്ക്കുന്നവനല്ല. ഒരിക്കൽ കൂടെ, ഇപ്പോൾ ഉള്ളതിനെ കുറയ്ക്കുന്നവനല്ല, ഇല്ലാത്തതല്ലവൻ വർദ്ധിപ്പിക്കുന്നവനാണ്. ആ ചെറുക്കൻ്റെ ലഞ്ച് ബോക്സിൽ 5 അപ്പവും 2 മീനേ ഉള്ളൂ. പക്ഷേ സാഹചര്യം നോക്കിയാൽ തീർന്നു പോകും. സ്തോത്രം. അതേ സാഹചര്യം നോക്കിയാൽ തീർന്നു പോകും. ഫ്രണ്ടിലിരിക്കുന്ന സഭായോഗത്തിന് 5 അപ്പവും 2 മീനുമായി എഴുന്നേറ്റ് എന്നുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന വയറിന് അത് തികയത്തില്ല, ഒരു വയറിന് അത് തികയത്തില്ല. പക്ഷേ അവനെ നോക്കിയാൽ സ്തോത്രം ആ പാടെ അതെടുത്തവൻ കർത്താവിൻ്റെ വിശ്വാസം. അതുകൊണ്ട് കർത്താവ് നോക്കേണ്ടവനിലേക്ക് നോക്കി അത് വാഴ്ത്തി നുറുക്കിയതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ ദൈവം നിന്റെ ലൈഫിൽ ഒരു വർധനവ് നൽകുവാൻ പോകുന്നു. സകലത്തിൽ വർധനവുണ്ട്. എല്ലാ മക്കളും വാ തുറന്നു സ്തോത്രം പറ. ബുദ്ധിയിലെല്ലാം ഒരു വർധനവുണ്ടാകട്ടെ, മെമ്മറി പവറിലെല്ലാം വർധനവുണ്ടാകട്ടെ, എഡ്യൂക്കേഷൻ ലെവലിലെല്ലാം വർധനവുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സാമ്പത്തികമായ വർധനവുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ വർഷത്തിൻ്റെ മധ്യപകുതിയിൽ സ്തോത്രം അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അതോടെ ഒരു വർധനവ് ഫാദേഴ്സ് ബ്ലെസ്സിങ് ഏറ്റെടുക്ക്. വർധനവ്. കൈയടിക്കുന്ന നേരെ കൈയടിക്ക്. വർധനവ് യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്ന വർധനവ്. ഹല്ലേലൂയ. യാതനകളെ ചുരുക്കുന്ന അനുഭവങ്ങൾ വിട്ടുപോകട്ടെ. എബേസിൻ്റെ യാതന വിശാലമാക്കിയ ദൈവം ആ ലിസ്റ്റിൽ നിന്റെ പേരിനെ അടുത്ത് എഴുതുകയാണ്. നിനക്കൊരു വർധനവ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സ്തോത്രം 27-28 വാക്യത്തിൽ ആദാമിനെ നോക്കി ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം സകലത്തിലും നീ വർദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. വർദ്ധിക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. അതാണ് മൾട്ടിപ്ലിക്കേഷൻ. പെരുകി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, പെരുകി. സൈഡിലോട്ടല്ല കുട്ടി, പെരുകി. ഓ ഖമോൺ, ഹല്ലേലൂയ. സ്തോത്രം. പെരുകി. നിനക്കൊരു വർധനവുണ്ട്. അനുഗ്രഹത്തിൻ്റെ 1-ാമത്തെ ലക്ഷണമാണ് വർധനവ്. പുതിയ നിയമത്തിൽ എങ്ങനെ വ്യാഖ്യാനിപ്പാൻ കഴിയുക? തിരുവചനം പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകുമ്പോൾ യെരൂശലേമിൽ, യഹൂദിയയിൽ, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകുമ്പോൾ. അപ്പോസ്തലർ പ്രവൃത്തി 6:7 പറയുന്നു, അങ്ങനെ ദിനം പ്രതി ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. അങ്ങനെ ദിനം പ്രതി ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. തിരുവനന്തപുരമേ കേൾക്കുക, നിന്നിൽ അതേ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുവാൻ വേണ്ടി പോകുന്നു. ദേശത്തെ നോക്കി പ്രവചിച്ചു പറഞ്ഞാട്, അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ഈ പട്ടണത്തിലുള്ളത് കൊണ്ട്. വിളിച്ചു പറ എല്ലാ വിശ്വാസികളും, എല്ലാ ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ഈ പട്ടണത്തിലുള്ളത് കൊണ്ട്. ഓ, ഇവിടെ ഈ പട്ടണത്തിൽ അനുദിനം ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരുന്നു. ചർച്ചസ് ഇല്ലാത്ത ഒരു തെരുവ് പോലും ഈ പട്ടണത്തിലില്ല. ഒരിക്കൽ കൂടെ, ഓ ഹല്ലേലൂയ, ചർച്ചസ് ഇല്ലാത്ത ഒരു പട്ടണം പോലും സ്തോത്രം ഈ തെരുവിൽ, അതെ ഈ പട്ടണത്തിൽ പാടില്ല. നിങ്ങൾ ലാഗോസിൽ പോയാൽ, ഞാൻ പോയിട്ടുണ്ട്, ബ്യൂണസ് ഐറസിൽ കടന്നുപോയാൽ, അതുപോലെ സവപോളയെ കടന്നുപോയാൽ, അതുപോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി ഇങ്ങനെ നിന്ന് ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ ഒരു 50 സഭകളുടെ ബോർഡ് നിങ്ങൾക്ക് വായിപ്പാൻ നിൽക്കണം കഴിയുക. ഒരു 50 സഭകളുടെ ബോർഡ് നിങ്ങൾക്ക് വായിപ്പാൻ കഴിയുക. അതെ സ്തോത്രം. ബ്രസീലിയയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. സവപോളയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ബ്യൂണസ് ഐറസിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്തിരിക്കുന്നവർ തൊടണ്ട, നോക്കി പറഞ്ഞാട്ടെ, അവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും നടക്കും. പറഞ്ഞാട്ടെ, അവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും നടക്കും. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. ഇത് വർധനവിൻ്റെ കാലമാണ്. തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറേ കാവൽ നിൽക്കുന്ന ദുർഭൂതങ്ങൾക്ക് പിന്മാറാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ തന്നെ ജയിക്കയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. എന്നാൽ ചെയ്ത ദൈവകൃപയാൽ ആത്മീയ ശുശ്രൂഷയുടെ വർധനവിൻ്റെ ദിവസങ്ങളാണ് ഇത്. നമ്പർ 2, രണ്ടാമതായി കർത്താവ് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 12:2 വാക്യമാണ് ഞാൻ പറയുന്നത്. നിന്നെ അനുഗ്രഹിച്ച്. രണ്ടാമതായി കർത്താവ് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിച്ച്. ശബ്ദം ഉയർത്തി പറഞ്ഞ, ഞാൻ അനുഗ്രഹിക്കപ്പെടും.
യെസ്, നിന്നെ അനുഗ്രഹിച്ച്. പക്ഷെ നിന്നെ അനുഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും വേണ്ടിയാണ്. അബ്രഹാമിന് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവം യഹൂദന്മാരെ മാത്രമല്ല ജാതികളെയും കൂടെ കണ്ടതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകത്തില്ല. നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളെ മാത്രം ഒതുങ്ങിപ്പോകത്തില്ല. 2000 വർഷങ്ങൾക്ക് ക്രിസ്തുവിനെ ആവേശത്തോടെ പിതാവായ ദൈവം ഉയർപ്പിച്ച് കാണാം. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയില്ല. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആവേശത്തോടെ പിതാവായ ദൈവം യേശു കർത്താവിനെ ഉയർപ്പിച്ച് കാണും. കാരണം എന്ത്? ആ ഉയർപ്പ് അവനിൽ മാത്രം ഒതുങ്ങുന്നില്ല. കോടാനുകോടി വിശ്വാസികളിൽ ആ ഉയർപ്പിൻ്റെ ധ്വനി വ്യാപരിക്കുന്നത് പോലെ ദൈവകൃപയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എങ്കിൽ ഇത് കേൾക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആവർത്തന 28, നോട്ട് ഉൽപ്പത്തി 28, ആവർത്തന 28 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, ആവർത്തന 28 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നിന്റെ ദൈവമായ, എല്ലാവരും ശബ്ദം ഉയർത്തി വായിച്ച്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ, അതാണ് കണ്ടീഷൻ, അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്ക്. നിന്റെ ദൈവമായ യഹോവ സർവ്വജാതിക്ക് മീതെ ഉന്നതമാക്കും. എന്നിട്ട് 2ാമത്തെ വാക്യം എന്താണ്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം സിദ്ധിക്കും. ബാക്കി നിങ്ങൾക്കറിയാം, വീട്ടിൽ പോയി വായിച്ചു നോക്കുക. 14 വരെയുള്ള വാക്യം വായിക്ക്. വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും, നാട്ടിൽ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ കടം വാങ്ങും, സ്തോത്രം. കടം കൊടുക്കും, കടം മേടിക്കില്ല. നിങ്ങൾക്കറിയാമല്ലേ? സ്തോത്രം. നിങ്ങൾ കടം കൊടുക്കും, കടം വാങ്ങുന്നവനാകത്തില്ല. നീ വാലല്ല, നീ തലയാകും. സോ ഈ 14ാമത്തെ വാക്യം വരെയുള്ള അനുഗ്രഹത്തിൻ്റെ കണ്ടീഷൻ അതാണ്. ഈ സ്തോത്രം ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം സ്തോത്രം പ്രാവർത്തികമായി അനുസരിക്കാനുള്ളതാണ്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ ആരാണ്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ചേർന്ന് പാടാമോ? അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദകൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദകൃപാ പേരും നദിയേ, അനുദിനം നീൻ പാദം ഗതിയേ, അനുദിനം നീൻ പാദം ഗതിയേ, അടിയാനുദിൻ കൃപമതിയേ, കൃപമതിയേ, അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദകൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദകൃപാ പേരും നദിയേ, വൻവിനകൾ വന്നിടുകിൽ വരയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വല്ലഭൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം, വന്നിടുമോ പിന്നെ ഭയം, അനുഗ്രഹത്തിൻ പാടിക്കേ ആനന്ദകൃപാ, ഓ അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദകൃപാ പേരും നദിയേ, അനുദിനം നീൻ പാദം ഗതിയേ, പാദം ഗതിയേ, ആടിയാനുദീ കൃപമതിയേ, ആടിയാനുദീൻ കൃപമതിയേ.
ആവർത്തന 28:1 കണ്ടീഷനാണ്. അവൻ്റെ വചനം നീ അനുസരിക്കുമ്പോൾ, അവൻ്റെ വചനം നീ കേട്ട് അനുസരിക്കുമ്പോൾ നീ ആരാണ്? നീ അനുഗ്രഹിക്കപ്പെടുന്നു. സ്തോത്രം. ഒന്നാമത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. രണ്ടാമത് കർത്താവ് പറഞ്ഞു, അബ്രഹാമിനെ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ഒന്നാമത് വർദ്ധിപ്പിക്കും, രണ്ടാമത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മൂന്നാമത് കർത്താവ് പറഞ്ഞു, നിന്റെ പേർ വലുതാക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞ എല്ലാവരും എന്താണ്? നിന്റെ പേർ വലുതാക്കും. നിന്റെ പേര് ഇല്ലാതാക്കും എന്നല്ല കർത്താവ് പറഞ്ഞത്. സത്താൻ പറയുന്നത് നിന്റെ പേരാണ് ഞാൻ ചീത്തയാക്കും, നിന്റെ റെപ്യൂട്ടേഷനെ ഞാൻ ചീത്തയാക്കും. അത് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. സ്തോത്രം. നിന്റെ പേരിനെ ചീത്തയാക്കും. പക്ഷെ ആ പിശാചിന്റെ തല പണ്ടേ തകർന്നതാണ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ധൈര്യത്തോടെ പറയട്ടെ. സത്താൻ്റെ അവൻ്റെ ഏജന്റുമാരാണ് പറയുന്നത്, സോഷ്യൽ മീഡിയ ഉണ്ട്, നിന്റെ പേരിനെ ചീത്തയാക്കുക. ഹല്ലേലൂയ. നിന്റെ പേരിനെ ഞാൻ ചീത്തയാക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. നിന്റെ പേരിനെ ഞാൻ ചീത്തയാക്കും. പക്ഷെ ഒരുത്തനെ എനിക്കറിയാം കേട്ടോ, ഒരുത്തനെ എനിക്കറിയാം. അവൻ്റെ പേരിനെ ചീത്തയാക്കി. സ്തോത്രം. മറിയയുടെ മോനെന്ന് പറഞ്ഞു, അവൻ ഭ്രാന്തനെന്ന് പറഞ്ഞു, അവന് ബേസബുല്ലുണ്ടെന്ന് പറഞ്ഞു, അവന് ഭൂതങ്ങളെ തലവനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നെന്ന് പറഞ്ഞു, അവനെ വിവസ്ത്രനാക്കി കൊണ്ടുപോയി. സ്തോത്രം. അതെ, ക്രൂശിച്ചു. എത്രത്തോളം അവനെ അവഹേളിക്കാമോ അത്രത്തോളം അവനെ ലോകം അവഹേളിച്ചു. ലോകം, മനുഷ്യൻ, സാമ്രാജ്യം എത്രത്തോളം അവൻ്റെ പേരിനെ ചീത്തയാക്കുമോ അത്രത്തോളം ചീത്തയാക്കി. പക്ഷെ പിതാവായ ദൈവം മൂന്നാം ദിവസം അവനെ ഉയർപ്പിച്ച് സകല പേരിനും മേലായ പേര് നൽകി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് പദവിയിലിരുന്നാലും, നിങ്ങൾ ഏത് സ്ഥാനത്തായാലും, നിങ്ങൾ സ്കൂൾ ടീച്ചറാണോ, നിങ്ങൾ പോസ്റ്റ്മാനാണോ, നിങ്ങൾ സ്തോത്രം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ, നിങ്ങൾ ബിസിനസ്സുകാരാണോ, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാലും ശത്രുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സാക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത്. വെളിപ്പാട് 12:10 നിങ്ങൾക്കറിയാം. 9:10 ഇങ്ങനെ പറയുന്നു, കുഞ്ഞാടിൻ രക്തത്താലും സാക്ഷ്യൻ വചനത്താലും ശത്രുവിനെ ജയിച്ചു. ഒരിക്കൽ കൂടെ, കുഞ്ഞാടിൻ രക്തത്താലും, 2 സാക്ഷിയൻ വചനത്താലും ശത്രുവിനെ ജയിച്ചു. പിശാചിന് യേശുവിൻ്റെ രക്തത്തെ തൊടാൻ പറ്റത്തില്ല, അതിൻ്റെ 7 അയലത്ത് വരാൻ പറ്റത്തില്ല. വാതുറന്ന് പറ, യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ മതി, തിരുവനന്തപുരം ജില്ലയിലെ സകല ഭൂത പ്രേത പിശാചികൾക്കും മൈഗ്രെയിൻ തലവേദന ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തെ തൊടാൻ കഴിയാത്ത സാത്താൻ പിന്നെ ചെയ്യുന്നത് നിൻ്റെ ജീവിത വസ്ത്രത്തെ അല്ലെങ്കിൽ നിൻ്റെ റെപ്യൂട്ടേഷനെ, നിൻ്റെ പേരിനെ ചീത്തയാക്കാൻ ശ്രമിക്കും. കുഞ്ഞാടിൻ്റെ രക്തത്താലും നിൻ്റെ സാക്ഷ്യത്തെ കെടുത്താൻ സാത്താൻ നോക്കും. അങ്ങനെ നിൻ്റെ പേരിനെ പിശാച് ചീത്തയാക്കാൻ നോക്കുമ്പോൾ നീ ആൾ ശരിയല്ല, നിനക്ക് ആ കുഴപ്പമുണ്ട്, നീ ആൾ ശരിയല്ല, എൻ്റെ തെളിവ് ഇതാ എന്ന് പറഞ്ഞ് നിൻ്റെ പേരിനെ ചീത്തയാക്കാൻ സാത്താൻ നോക്കുമ്പോൾ അത് മനുഷ്യൻ അല്ലേ അല്ല, ദൈവം അല്ലേ അല്ല, സാത്താൻ അത് സ്തോത്രം ചെയ്യുമ്പോൾ അനുഗ്രഹത്തിൻ്റെ പാക്കേജിൽ കർത്താവ് മൂന്നാമത് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം. നിന്റെ പേരിനെ ഞാൻ വലുതാക്കും, നിന്റെ പേരിനെ ഞാൻ വലുതാക്കും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയുന്നു, യെസ്, നൗ ദ ടൈം ഹാസ് കം. ഹല്ലേലൂയ. നിന്റെ പേരിനെ ദൈവം വലുതാക്കും. സ്തോത്രം. സുഗന്ധത്തെക്കാൾ എത്രയോ നല്ലതാണ് ഒരു നല്ല പേര് എന്ന് തിരുവചനം പറയുന്നു യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഉടഞ്ഞവരെ, ഹല്ലേലൂയ, ഒരു ബോട്ടിൽ ഉടഞ്ഞതുപോലെ ഉടഞ്ഞവരെ, അതിനകത്തൊരു തൈലമുണ്ട്, ആ തൈലത്തിൻ്റെ ഗന്ധം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ അതിൻ്റെ വില നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇൻ ജീസസ് നെയിം. ആരൊക്കെ എന്തൊക്കെ ഗൂഢാലോചന നടത്തിയാലും, എത്ര ഭയങ്കര തന്ത്രശാലികൾ ഒരുമിച്ച് കൂടിയാലും, നോവേ, പാതാള ഗോപുരം ജയിക്കയില്ല. നിന്റെ പേരിനെ അവൻ വലുതാക്കും. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് നിന്റെ പേരിനെ വലുതാക്കും. നാലാമതായി കർത്താവ് പറഞ്ഞു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ്, സ്തോത്രം, അതെ, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞാൽ യു വിൽ ബി എ ബ്ലെസ്സിങ് കാരിയർ. നീ ഒരു അനുഗ്രഹം ചുമക്കുന്നവനാണ്, നീ ഒരു അനുഗ്രഹത്തിൻ്റെ ചാനലാണ്. ഒരിക്കൽ കൂടെ, നീ ഒരു അനുഗ്രഹത്തിൻ്റെ ചാനലാണ്. നീ എവിടെ പോയാലും നീ അനുഗ്രഹം ചുമന്നാണ് പോകുന്നത്. നീ ഒരിക്കലും പ്രോബ്ലം ക്രിയേറ്റർ അല്ല. നീ എവിടെ പോയാലും അനുഗ്രഹത്തിന് നീ ഒരു ചാനലാണ്. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറ, ഞാനൊരു ചാനലാണ്. പറഞ്ഞേ, മൂത്തോക്കി പറ,
ഞാനൊരു ചാനലാണ്. എന്താ നീ കൊണ്ടുവരുന്നേ? നീ ഒരു വീട്ടിൽ പോയാൽ സ്തോത്രം, അത് അവർക്കൊരു അനുഗ്രഹമാണ്. നീ ഒരു സ്തോത്രം ആളിന് ഫോൺ ചെയ്താൽ അതൊരു അനുഗ്രഹമാണ്. നീ എന്തോ വർത്തമാനമല്ല പറയുന്നത്, എന്തോ ന്യൂസ് അല്ല നീ പാസ് ചെയ്യുന്നത്, പകരം കർത്താവിൻ്റെ കൃപയാലുള്ളതായ അനുഗ്രഹമാണ് നീ പാസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്തോത്രം, ജോസഫ് എന്നാണോ യാക്കോബിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, യാക്കോബിൻ്റെ വീട്ടിൽ അപ്പം തന്നെ പവർ കട്ടായി. ഒരിക്കൽ കൂടെ സ്തോത്രം, യോസഫ് യാക്കോബിൻ്റെ വീട്ടിൽ നിന്ന് എന്നാണോ ഇറങ്ങിപ്പോയത്, അപ്പോൾ മുതൽ യാക്കോബിൻ്റെ വീട്ടിൽ പവർ കട്ടായി. അതെന്താ പവർ കട്ടായത്? ഒന്നും പ്രവർത്തിക്കുന്നില്ല. യഹൂദ ഉൾപ്പെടെയുള്ളവൻ വഴിതെറ്റിപ്പോയി. കാര്യം എന്താ? വെളിച്ചമുള്ളവൻ വെളിച്ചം കൊണ്ടുപോയി. യെസ്, ഹല്ലേലൂയ. അർത്ഥം സ്തോത്രം, യാക്കോബ് ഉള്ളപ്പോൾ, യോസഫ് ഉള്ളപ്പോൾ, യോസഫ് ഉള്ളവൻ്റെ പ്രാധാന്യം, യോസഫിൻ്റെ പ്രാധാന്യം അവർ അറിഞ്ഞു കാണത്തില്ല. അവൻ്റെ പ്രസൻസിൽ, പലരുടെയും പ്രസൻസിൽ അവിടെ പ്രാധാന്യം നമുക്ക് അറിയത്തില്ല. ഇന്ന് എനിക്ക് പറ്റുന്ന കുഴപ്പം, ഞാൻ എൻ്റെ കുഴപ്പം പറയട്ടെ, ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പ്രസൻസിൽ എനിക്കറിയത്തില്ല. 2 മിനിറ്റ് ഇത്രയും നേരം എനിക്ക് വേണ്ടി പ്രസംഗിച്ച്, ഇനി 2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കട്ടെ. നിങ്ങളുടെ പ്രസൻസിൽ നിങ്ങളുടെ പ്രാധാന്യം എനിക്കറിയത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ പ്രസൻസിൽ എനിക്ക് നിങ്ങളുടെ പ്രാധാന്യം അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ആബ്സെൻസിലാണ് നിങ്ങളുടെ പ്രാധാന്യം ഞാൻ അറിയുന്നത്. ആ ഗതികേട് എനിക്കുണ്ടാവല്ലേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ആബ്സെൻസിലാണ് നിങ്ങളുടെ പ്രാധാന്യം ഞാൻ അറിയുന്നത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ മക്കളെ, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നു യോസേഫുകളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള നല്ല ബന്ധങ്ങളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള സഹവിശ്വാസികളെ സ്തോത്രം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സൂക്ഷിക്കണം, വളരെ പറഞ്ഞ് സൂക്ഷിക്കണം. ഈ എയർപോർട്ടിലൊക്കെ ഉടയുന്ന സാധനങ്ങളിങ്ങനെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവരൊരു ചുവന്ന ലേബിലിങ്ങനെ ഫ്രിജൈൽ എന്ന് പറഞ്ഞ് ഒട്ടിച്ചിങ്ങനെ ഇടും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ, അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. യെസ്, വി ഷുഡ് ബി വെരി കെയർഫുൾ, വെരി കെയർഫുൾ. കർത്താവായ യേശു കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ സ്തോത്രം, ദൈവകൃപയാൽ എനിക്ക്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ നിങ്ങളൊരു അനുഗ്രഹമാണ്. പക്ഷേ യോസഫിനെ അതുവരെ അവർ വിചാരിച്ചില്ല. പക്ഷേ യോസഫ് പോയതോടെ പ്രശ്നമായി. സ്തോത്രം, യോസഫ് ചെന്ന് പൊത്തിഫറയുടെ വീട്ടിൽ കയറി. ഈ അനുഗ്രഹം കൊണ്ട് പൊത്തിഫറയുടെ ഭവനത്തിൽ പോയി. അപ്പൻ്റെ വീട്ടിൽ മെയിൻ സ്വിച്ച് ഓഫായി, പൊത്തിഫറയുടെ വീട്ടിൽ കറണ്ട് വന്നു. പൊത്തിഫറയുടെ വീട്ടിൽ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടു. പൊത്തിഫറയുടെ വീട്ടിൽ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടു. ആര് നിമിത്തം? യോസഫ് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ ആയിരിക്കുന്ന സകല കുട്ടികളിലേക്ക് ഞാനത് റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. നീ കാല് ചവിട്ടുന്നത് നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ മാരേജ്. നീ കാല് ചവിട്ടുന്ന നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെടും. നീ കാല് ചവിട്ടുന്ന നിമിത്തം ആ കമ്പനി രക്ഷപ്പെടും. നീ കാല് ചവിട്ടുന്ന നിമിത്തം ആ MNC അനുഗ്രഹിക്കപ്പെടും. നിന്റെ ബോസ്, നിന്റെ MD, നിന്റെ CEO പറയും നീ ഒരു അനുഗ്രഹമാണ്. അവർ നിന്നെ നോക്കി പറയും, യോസഫേ, നീ ഇല്ലെങ്കിൽ എൻ്റെ നാട് പട്ടിണിയായി പോയേനെ. ഫർവോൻ കൂടെ പറഞ്ഞു കടം, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ നാട് പട്ടിണിയായി പോയേനെ. നിന്റെ ബ്രെയിൻ എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ് യേശുവിൻ്റെ നാമത്തിൽ. ആരോടാണ് ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നത്? നിന്റെ അനുഗ്രഹം നിന്നിൽ മാത്രം, നിന്റെ വീട്ടിൽ മാത്രം ഒരുങ്ങത്തില്ല. നിന്റെ അനുഗ്രഹം നിന്റെ നാടിന്, രാജ്യങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്ത മേഖലകൾ, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത അളവിൽ നീ വലിയൊരു അനുഗ്രഹമായിരിക്കും. 2 കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ഹല്ലേലൂയ. ചാനൽ ഓഫ് ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹത്തിൻ്റെ ചാനലാണ്. നിന്റെ കൂടെ ഒഴുകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. 5-മതായി അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ, ഫാദേഴ്സ് ബ്ലെസ്സിങ്, അത് അപ്പൻ്റെ അനുഗ്രഹത്തിൽ അബ്രഹാം പിതാവ് അനുഗ്രഹിക്കപ്പെട്ടു. 5-മത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ആരെ ശപിക്കല്ല? മേലാൽ മിണ്ടിപ്പോലെ ശാപം പറയല്ലേ. കാരണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. ഹല്ലേലൂയ. പാടിടും ഞാൻ ശോഭിത നഗരത്തെ കാണുന്നിതാ യോർദാനെ.
ഞാൻ ചില പ്രാസംഗികന്മാരെ ഓർക്കുക. ഞങ്ങൾ പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ പണ്ടായിരിക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന് നോക്കി, ഇവിടെ ഭയങ്കര കുണ്ടാമണ്ടി തന്നെ നടക്കുക. എന്തു വില കൊടുത്തു എൻ്റെ പ്രസംഗം വെള്ളത്തിലാക്കും എന്ന് കുറച്ചെണ്ണം, ഒരു 10-25 എൻ്റെ മുമ്പിലിരുന്ന് ബഹളം ഉണ്ടാക്കുക. അപ്പോൾ സ്തോത്രം, ആ കാലത്ത് പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്നവർക്ക് അവർക്ക് അവരുടെ പ്രസംഗമാണ് വലുത്, മുന്നിലിരിക്കുന്ന ജനമല്ല വലുത്. അത് തന്നെ വലിയൊരു പ്രസംഗമാണ്. അവർക്ക് തങ്ങളുടെ പ്രസംഗമാണ് വലുത്, മുന്നിലിരിക്കുന്ന ജനമല്ല വലുത്. എന്നാൽ യേശുവിന് ജനമാണ് വലുത്, അവൻ്റെ പ്രസംഗമല്ല വലുത്. സോ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ, കുരുത്തക്കെട്ടവന്മാരെ ഒരുത്തനും ഡാഷ് എന്നിങ്ങനെ ഡാഷ് ഡാഷ് ഡാഷ്, പട്ടിയുടെ പേരല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ട്. വലിയ ദുഃഖം തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ശുശ്രൂഷ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഈ പിള്ളേരെ നോക്കി ഡാഷ് അല്ല പറയുന്നത്, റോഡ് വീലറുമല്ല പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ മീറ്റിങ്ങിന് ഇരുന്ന് ഏതെവനെങ്കിലും ബഹളം ഉണ്ടാക്കുമെങ്കിൽ അവ എന്നെക്കാളും നന്നായിട്ട് ദൈവവേല ചെയ്യും എന്നത് പറഞ്ഞു തുടങ്ങിയോ, അതൊക്കെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കാണാൻ തുടങ്ങി. പറഞ്ഞത് രണ്ടുപേരെ തൊട്ട് പറ, ശാപം പറയല്ലേ, പറഞ്ഞോട്ടെ, ശാപം പറയല്ലേ ഒരു കാരണവശാല. 1 പത്രോസ് 3:9 ഞാൻ പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. 1 പത്രോസ് 3:9 എനിക്ക് കൊച്ചു വർത്തമാനമായിട്ട് പറയാനുള്ളത്. 1 പത്രോസ് 3:9 മക്കളെ, പുതിയ നിയമത്തിലാണ്. 1 പത്രോസ് 3:9 ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട്, അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. പറഞ്ഞാട്ട് എങ്ങനെയായിരിക്കണം? അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അപ്പോൾ മറ്റുള്ളവരെ ശാപം പറയുന്നെങ്കിൽ എന്ത് ചെയ്യും ബ്രദർ? മറ്റുള്ളവരെ ശാപം പറഞ്ഞാൽ എന്ത് ചെയ്യും? സ്തോത്രം, യുദ്ധം നിൻ്റെതല്ല കുട്ടി, നീ ഒരു മിറർ പോലെയാണ്. കണ്ണ് തുറന്ന് നോക്ക്, ഇത്രയും നേരം ബഹളം ഉണ്ടാക്കിയതെല്ലാം കഴുത്തൊടിച്ചും കോഴി പോലെ ഇരിക്കുന്നു. നോക്ക് മറ്റുള്ളവരെ നിന്റെ നോക്കി ശാപം പറഞ്ഞാലുണ്ടല്ലോ, മറ്റുള്ളവർ ശാപം. നീ ഒരു കണ്ണാടിയാണ്. സ്തോത്രം. അത് അവർ ഏത് ലൈറ്റാണോ പാസ് ചെയ്യുന്നത് അതായിരിക്കും അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അവർ ഏത് ലൈറ്റാണോ പാസ് ചെയ്യുന്നത് അതായിരിക്കും അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു വളക്കൂറുള്ള മണ്ണാണ്. ഞാനുണ്ടല്ലോ ഭയങ്കര വളക്കൂറുള്ള മണ്ണ. എന്താണോ എന്നിൽ വിതയ്ക്കുന്നത് അതായിരിക്കും അവർ കൊയ്യുന്നത്. കണ്ടിട്ട് തോന്നുന്നില്ലയോ? ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ഞാനുണ്ടല്ലോ ഭയങ്കര വളക്കൂറുള്ള മണ്ണ്. ഇതിൽ അല്പവും ശാപമില്ല. കാരണം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് ഇതിൽ ശാപം എന്ത് വിതയ്ക്കുമോ അതായിരിക്കും കൊയ്യുന്നത്. സോ അതൊരു പ്രൊട്ടക്ഷനാണ്. അർത്ഥം, അനുഗ്രഹിക്കപ്പെട്ട നിന്റെ മേൽ ഒരു ഭയങ്കര പ്രൊട്ടക്ഷനുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, പക്ഷേ നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കുമെന്നാണ് പറഞ്ഞത്. ബെസ്റ്റ് എക്സാമ്പിൾ സംഖ്യാപുസ്തകം 2-ാം അധ്യായം 3 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം, മഹാപുരോഹിതനായ യോശുവയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അഹരോന്റെ ജ്യേഷ്ഠനാണ് മഹാപുരോഹിതനായ യോശുവ. പിന്നെ ഒരു ചേച്ചിയുണ്ട്, മോശയുടെ ചേച്ചിയുണ്ട്. സ്തോത്രം, അവളുടെ പേരാണ് മിരിയ. അവളാണെങ്കിൽ നല്ലൊരു പാട്ടുകാരിയാണ്. തമ്പെടുത്ത് എന്ന് പറഞ്ഞാൽ ടാമ്പറിനടുത്ത്, എക്സാക്ട്ലി അമ്മച്ചി, സ്തോത്രം, ടാമ്പറിനടുത്ത് നന്നായി പാടിയവളാണ്. അവൾ സഭായത്തിന് മാത്രമല്ല പാടുന്നത്, ഏത് നടുക്കടലിൽ ഇറങ്ങിയെന്ന് പാടും. നിന്റെ പുസ്തകം അങ്ങനെ പറയുന്നു, ഏത് കടലിലും പാടുന്നവളാണ്. സ്തോത്രം, ആര്? മിരിയ. ഭയങ്കര വർഷിപ്പ് ലീഡർ. സ്തോത്രം, മഹാപുരോഹിതനും വർഷിപ്പ് ലീഡർ മിരിയാമും കൂടെ, സ്തോത്രം, മഹാപുരോഹിതനും വർഷിപ്പ് ലീഡർ മിരിയാമും കൂടെ മോശയ്ക്കെതിരെ പെറുപെറുത്തു. പക്ഷെ മോശം നിൽക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, മോശം നിൽക്കുന്നത് യൂട്യൂബിന് വേണ്ടിയല്ല, മോശം നിൽക്കുന്നത് പ്രസിദ്ധിക്ക്, മോശം നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആ കണ്ണാടിക്കിട്ട് അവർ പണിതപ്പോൾ അത് അവരിൽ വ്യാപരിച്ച്. തിരുവചനം പറയുന്നു, പിന്നത്തേതിൽ അധികാലം മുന്നോട്ട് പോയില്ല. സ്തോത്രം, ബാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പോയി വീട്ടിൽ ഇന്ന് രാത്രി സ്തോത്രം ചിക്കൻ്റെ കാല് പിടിക്കുന്നതിന് മുൻപ് അതേ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് സംഖ്യാപുസ്തകം 12 വായിച്ച് നോക്കിയാട്ടെ. ഇതാണ് എക്സാക്റ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മച്ചി ഇപ്പോൾ പറഞ്ഞത് അമ്മച്ചി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സ്തോത്രം, അതെ, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ മേൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്.
അനുഗ്രഹിക്കപ്പെട്ടവന് നേരെ ഒരു പ്രൊട്ടക്ഷൻ. മോനെ, ഇന്ന് പകൽ മുതൽ വളരെ ശ്രദ്ധിക്ക്, ഇതൊരു പാക്കേജായി തന്നെ. ഇന്ന് മുതൽ നിനക്കെതിരെ പാര പണിക്കുന്നവൻ അല്ലെങ്കിൽ സംസാരിക്കുന്നവൻ ഭയപ്പെടും. സംഭവിക്കണം, സംഭവിക്കണം, സംഭവിക്കണം. എല്ലാ ഓഫീസിലും നടക്കണം, എല്ലാ ഓഫീസിലും നടക്കണം, എല്ലാ ഓഫീസിൽ നടക്കണം, എല്ലാ ഓഫീസിൽ നടക്കണം, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കണം, എല്ലാ ബിസിനസ്സിൽ നടക്കണം. ഹല്ലേലൂയ. യെസ് യെസ്. ആർക്കിട്ട് പണിതാലും അയാൾക്കിട്ട് പണിതാൽ നമുക്ക് കിട്ടുമേ എന്നുള്ളൊരു വർത്തമാനം, ഒരു കൊച്ചു വർത്തമാനം എല്ലായിടത്തും അങ്ങ് വ്യാപരിക്കട്ടെ. നിന്നെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. നേരെ മറിച്ച് അതിന് തൊട്ട് മുമ്പ് നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അത് ആദ്യം പറയേണ്ടതായിരുന്നു. നിന്നെ അനുഗ്രഹിക്കുന്ന, അപ്പോൾ ശപിക്കാനുള്ളതല്ല, സ്തോത്രം, അനുഗ്രഹിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. സഹോദരന്മാരോട് 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കണം. പറഞ്ഞു. പറഞ്ഞോ? ഇനി എനിക്കുള്ളത് പറയാമോ? പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈ തളരുമ്പോൾ ഇപ്പൊ പറഞ്ഞതായ അഹരോനെയും ഹൂരിനെയും ഒന്ന് വിളിക്കണേ. കാരണം നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമാണ്. ഈ പരസ്പരെ നിങ്ങളൊന്ന് തളരുമ്പോൾ, നിങ്ങളെ ഹൃദയം തകരുമ്പോൾ, നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, ഈ അഹരോനും ഹൂരിനെയും തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. അങ്ങ് സ്തോത്രം, ഹോരമലയിൽ മാത്രമല്ല, ഇവിടെയുണ്ട്. തിരുവനന്തപുരത്തുണ്ട് നല്ല അഹരോന്മാരുണ്ട്, നല്ല ഹൂരുമാരുണ്ട്. എൻ്റെ പേരാണ് കൂട്ടായ്മ. ഒരുമിച്ച് ജിസനോട് പാടാനും സുരേഷിനെ കാണുമ്പോൾ ശബ്ദം ഉണ്ടാക്കാനും അല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ നല്ല അഹരോന്മാരുണ്ട്, നല്ല ഹൂരുമാരുണ്ട്. അവർ നിങ്ങളുടെ കയ്യിൽ താങ്ങും. നിങ്ങളുടെ കയ്യിൽ താങ്ങും. കയ്യിൽ തൂങ്ങുന്നതല്ല അനുഗ്രഹം, കയ്യിൽ താങ്ങുന്നതാണ് അനുഗ്രഹം. അനേകർക്ക് അനുഗ്രഹമാകണം. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കണം, കർത്താവേ മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമാകണമേ, മറ്റു സഭകൾക്ക് ഞാനൊരു അനുഗ്രഹമാകണമേ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമാകണമേ, മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമാകണമേ, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. അഹരോൻ വന്ന് സ്തോത്രം കൈ താങ്ങി. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിൽ സ്തോത്രം എല്ലാവരും പുരോഹിതന്മാരായി. ഹൂര് വന്ന കൈ താങ്ങി. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിൽ സ്തോത്രം റോയൽറ്റി അഥവാ രാജത്വം സ്തോത്രം അതേ ദൈവകൃപയാൽ വെളിപ്പെട്ടു. കയ്യിൽ താങ്ങുന്നെങ്കിൽ അതിൻ്റെതായ അനുഗ്രഹമുണ്ട്. ഞാൻ നിർത്തി. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നിർത്തി. അവസാനമായി, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിനർത്ഥം ഇതാണ്. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുക. അതിനർത്ഥം നിന്റെ അനുഗ്രഹം ലോക്കലല്ല, നിന്റെ അനുഗ്രഹം ഇന്റർനാഷണൽ ആണ്. ആർക്കും വേണ്ടേ? ഉറങ്ങിയ എല്ലാവരും? ഹലോ. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് ചുമ്മാ പറഞ്ഞതല്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ജിസം വന്നവനെ സ്തോത്രം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്. അതെ, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഫിസിക്കലി സ്തോത്രം യഹൂദന്മാരിൽ ലിറ്ററലി അത് സംഭവിക്കുകയുണ്ടായി. സഹോദരന്മാരെ 0.2% മാത്രമാണ് ലോകത്തിൽ സ്തോത്രം യഹൂദനുള്ളത്. 0.2% മാത്രമാണ് യഹൂദന്മാർ ലോകത്തിലുള്ളത്. 0.2% യഹൂദന്മാർ ലോകത്തിലുള്ളത്. നിങ്ങൾക്ക് ലോകത്തിലെ ഏത് രാജ്യത്ത് വേണോ ബോയ്ക്കോട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്തോത്രം അതേ അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്തോത്രം UK നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. സ്തോത്രം അവരെ ബോയ്ക്കോട്ട് ചെയ്യാം. അവർ ബോയ്ക്കോട്ട് ചെയ്തിട്ട് അവരെ സാധനമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, അബ്രഹാമിൻ്റെ സന്തതിയെ നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അബ്രഹാമിൻ്റെ സന്തതിയെ നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാൻ കഴിയത്തില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ അപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞു ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമാണെന്ന്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു മൊബൈൽ ഫോണുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ. ഈ മൊബൈലും പിടിച്ചിട്ടാണ് പുള്ളി പറയുന്നത് സ്തോത്രം ഇസ്രായേൽ വേണ്ടെന്ന്. പക്ഷേ സ്തോത്രം ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? യഹൂദനാണ്.
അർത്ഥം സ്തോത്രം, നിനക്കൊരിക്കലും ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ രോഗികളാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവം ദീർഘായുസ്സ് നൽകട്ടെ. അങ്ങനെയുള്ളവർ രോഗികളാകുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് സ്തോത്രം അങ്ങ് ദൂരെ അമേരിക്കയിലാണ്. അവിടെ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന പല മെത്തേഡുകളും യഹൂദനാണ് കണ്ടുപിടിച്ചത്. സ്തോത്രം, വേറെ ആരെ വേണമെന്ന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷേ യഹൂദനെ നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാൻ, യഹൂദനെ അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. സ്തോത്രം, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങളെ ആർക്കും അവോയ്ഡ് ചെയ്യുവാൻ തക്കോണം കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അതുകൊണ്ട് 22% നോബൽ സമ്മാനം ലഭിച്ചത് ഈ 0.2% യഹൂദനാണ്. ഒരിക്കൽ കൂടെ 0.2% യഹൂദനാണ്, 22% സ്തോത്രം അതേ നോബൽ സമ്മാനം ലഭിച്ചത്. സ്തോത്രം, അഗ്രികൾച്ചർ ആകട്ടെ, അല്ലെങ്കിൽ നാനോ ടെക്നോളജി ആകട്ടെ, മെഡിക്കൽ സയൻസ് ആകട്ടെ, ഏത് രീതിയിലായാലും, ഏവിയേഷൻ ആകട്ടെ, എല്ലാ രീതിയിലും അമേസിംഗ് ആയിട്ടുള്ള സംഭാവന സ്തോത്രം അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ദൈവമായ കർത്താവ് നൽകിയുണ്ടായി. ഞാൻ നിർത്തി. ലാസ്റ്റ് സെൻറ്റൻസ്, ഒറ്റ സെൻറ്റൻസ് പറഞ്ഞു നിർത്തട്ടെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം സ്തോത്രം ക്രിസ്തു യേശുവിൽ പുറജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇൻ ജീസസ് നെയിം. നിങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കൊരിക്കലും നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. വല്ലത് നടക്കണമെങ്കിൽ നീ അവിടെ ഉണ്ടായിരിക്കണം. വല്ലത് നടക്കണം, നിന്നിലൂടെ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. നിന്നിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. നിന്നിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. നീ ഒരു മെയിൻ പില്ലറാണ്. നീ ഒരു മെയിൻ പില്ലറാണ്. ഐ പ്രൊഫസൈ ഇൻ ജീസസ് നെയിം. നീ ഒരു മെയിൻ പില്ലറാണ്. നിൻ്റെ പുറത്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത ബേർഡൻസ് അല്ല, നിൻ്റെ പുറത്തിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല നിൻ്റെ മേലിരിക്കുന്നത്, പകരം സ്തോത്രം ദൈവത്തിൻ്റെ വിലയേറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കും നിൻ്റെ സ്തോത്രം മേലിരിക്കുന്നത്. കമോൺ, ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ, സ്വർഗത്തിലേക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. നന്ദി കർത്താവേ, എല്ലാ മഹത്വം അങ്ങേക്ക്. കർത്തൻ നിന്നെ അനുഗ്രഹിച്ച് തിരുമുഖം നിന്മേൽ പ്രകാശിപ്പിച്ച് കൃപയാരുളി സമാധാനം നൽകി കാക്കുമാറാകട്ടെ. കർത്തൻ നിന്നെ അനുഗ്രഹിച്ചു തിരുമുഖം നിന്മേൽ പ്രകാശിപ്പിച്ച് കൃപയാരുളി സമാധാനം നൽകി കാക്കുമാറാകട്ടെ. ദൈവകൃപയാൽ നിൻ ഭവനം തലമുറയാൽ സന്തതിയാൽ എല്ലാ നാളിലും എല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെടും. ദൈവകൃപയാൽ നിൻ ഭവനം തലമുറയാൽ സന്തതിയാൽ എല്ലാ നാളിലും എല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിൻ മുൻപിൽ, നിൻ പിൻപിൽ, നിൻ വശത്ത്, നിൻ ചുറ്റും, നിന്നുള്ളിൽ, നിൻ കൂടെ, നിൻ കൂടെ. ദൈവ സാന്നിധ്യം നിൻ മുൻപിൽ, നിൻ പിൻപിൽ, നിൻ വശത്ത്, നിൻ ചുറ്റും, നിന്നുള്ളിൽ, നിൻ കൂടെ. കരങ്ങളെ ഉയർത്തേ.
നിൻ വരവിൽ നിൻ പോകിൽ സന്താപത്തിൽ സന്തോഷത്തിൽ നിനക്കായി നിനക്കായി പ്രഭാതത്തിൽ പ്രദോഷത്തിൽ നിൻ വരവിൽ നിൻ പോകിൽ സന്താപത്തിൽ സന്തോഷത്തിൽ നിനക്കായി 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 എനിക്കായി 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 കരങ്ങൾ ഉയർത്തി സർവ്വജാതികൾക്കും വിവിധയെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വായിലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുടയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരയിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സർവ്വജാതികളെ കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിൻ്റെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതിക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങൾ യാതൊന്നു വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറല്ല. അനുദിനം പെയ്യുന്ന മഞ്ഞ് പോലെ, മഴ പോലെ നിങ്ങളിൽ, നിങ്ങളുടെ സന്താനങ്ങളിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിൽ, വിശേഷിച്ച് ആത്മീയ ശുശ്രൂഷയിൽ ഈ വചനം നിങ്ങളുടെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ശത്രുവിൻ്റെ ഒരായുധവും ഫലിക്കയില്ല. നിന്നെക്കുറിച്ചുള്ള ഒരു ഭയം ജാതികളുടെ മേൽ വീണിരിക്കും. പിതാവേ, നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ ജനത്തെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചയക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വിലയേറിയ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ഭൂതജാതികൾക്ക് സ്തോത്രം കർത്താവ് നൽകിയതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹത്തിൻ്റെ അടയാളമായി നിന്റെ മക്കൾ നിൽക്കുവാൻ സഹായിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.